ഞാനൊരു അമിത മദ്യപാനരോഗിയാണ്. നമ്മളിന്ന് അധ്യായം 4 അവിടെ എത്തിയിരിക്കുകയാണ്. ഇംഗ്ലീഷ് ബുക്കിൽ നമ്മൾ 42 പേജ് വരെ കഴിഞ്ഞു. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ ഇംഗ്ലീഷ് ബുക്കിൽ 42 പേജ് വരെ കഴിഞ്ഞു. ഇതുവരെ മദ്യാസക്തിയെ കുറിച്ചും അതിന്റെ ആ, ആരാണ് ആൽക്കഹോളിക്, ആരാണ് നോൺ ആൽക്കഹോളിക് എന്നതിനെ കുറിച്ചും, മദ്യാസക്തി രോഗത്തെക്കുറിച്ചും, മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള മനുഷ്യന്റെ ശരീരത്തിൽ ആ മദ്യം പുറപ്പെടുവിക്കുന്ന ക്രേവിങ്ങിനെ കുറിച്ചും മെന്റൽ ഒബ്സഷനെ കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം നമ്മളെ മറ്റൊരു ചാപ്റ്റർ ആയിട്ടുള്ള വി അഗ്നോസ്റ്റിക്സ് നമ്മൾ അവിടെ ശ്രദ്ധിച്ചറിയാം. വി അഗ്നോസ്റ്റിക്സ്, ടു അഗ്നോസ്റ്റിക്സ് എന്നല്ല, അഗ്നോസ്റ്റിക്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എഴുതിയ ഒരു ലേഖനം എന്നല്ല അവിടെ ഹെഡിങ്. വി അഗ്നോസ്റ്റിക്സ് എന്താണ് അതിനർത്ഥം? അത് നമുക്ക് പുറകെ മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഞാൻ ഈ ദൈവവിശ്വാസത്തെ കുറിച്ച് അല്ലെങ്കിൽ ഗോഡ് എന്ന് ഞാൻ എവിടെ നിന്നെങ്കിലും കേട്ട പെട്ടെന്ന് എന്റെ ചെറുപ്പം മുതൽ എന്റെ ഞാൻ ഉൾക്കൊണ്ടിരുന്ന ഒരു മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ചിന്തിക്കും. അതായത് ദൈവവിശ്വാസത്തെ മതവിശ്വാസമായിട്ട് പെട്ടെന്ന് കൂട്ടിയോജിപ്പിക്കും. പക്ഷെ ആൽക്കോളിക്സ് അനോണിമസിന്റെ ബുക്കിൽ ഈ റിലീജിയൻ എന്നുള്ള വാക്ക് 22 പ്രാവശ്യം മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ സ്പിരിച്വാലിറ്റി എന്ന വാക്ക് 186 തവണയാണ് 12 and 12-ലും ബിഗ് ബുക്കിലുമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഡോക്ടർ സിൽക്കോർത്ത് അത് ഇച്ചിരിയും കൂടി വൈഡ് ആയിട്ടുള്ള രീതിയിൽ മോറൽ സൈക്കോളജി എന്ന വാക്ക് ഉപയോഗിച്ചു, ധാർമ്മിക മനഃശാസ്ത്രം. കാരണം നമ്മൾ സയൻസ് ഒക്കെ പഠിക്കുന്നവർക്കറിയാം, മനുഷ്യന്റെ ഈ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ മനുഷ്യൻ ഈ ഹ്യൂമൻ സിവിലൈസേഷൻ നടന്നിട്ട് 1.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ നടന്നതാണ്. മതങ്ങളൊക്കെ ഒരു 5000 അല്ലെങ്കിൽ ഒരു 7000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. അതിനു മുമ്പ് ഗ്രീക്കിലൊക്കെ പാഗനിസം എന്ന് പറഞ്ഞ രീതിയിൽ പല ഈ പറയുന്ന മതത്തിൻ്റെതായ ചില കൺസെപ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു റിലീജിയൻ, പേരുള്ള റിലീജിയൻ ആയിട്ടൊക്കെ ഇത് വന്നിട്ട് ഒരു 5000-7000 വർഷങ്ങൾക്ക് മുമ്പ് പോന്നാണ്. ഇത് എയിലെ ഈ ഒരു ചാപ്റ്റർ ഏതെങ്കിലും മതവിശ്വാസത്തെ കുറിച്ച് വിശകലനം നടത്താനോ ഏതെങ്കിലും ദൈവത്തിന്റെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിവ് പകർന്നു തരാനോ അല്ല ശ്രമിക്കുന്നത്. ഈ ചാപ്റ്റർ പൂർണ്ണമായിട്ടും മനുഷ്യനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 1.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ട്രൈബ് ആയിട്ടിരുന്ന കാലഘട്ടം, അല്ലെങ്കിൽ കാട്ടിൽ വസിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ഉൾക്കാട്ടിൽ വസിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ പോലും അവർക്കൊരു മൊറാലിറ്റി ഉണ്ടായിരുന്നു. ആ മൊറാലിറ്റിയെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനാണ്, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനാണ് ഇവർ ശ്രമിക്കുക. കാരണം അന്നത്തെ കാലത്തും മറ്റുള്ളവരെ പരിഗണിക്കുക, നീതി നടപ്പാക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങനെ ഗ്രൂപ്പുകളായിട്ട്, അതായത് അന്നത്തെ മൃഗങ്ങൾ പോലും, പണ്ട് മൃഗങ്ങൾ പോലും കൂട്ടം കൂടി ഒന്നിച്ച് പല സ്ഥലങ്ങളിലും കാടുകളിലൊക്കെ വസിച്ചതൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അവർക്ക് മൊറാലിറ്റി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, മൃഗങ്ങൾക്ക് പോലും മൊറാലിറ്റി ഉണ്ടായിരുന്നു. അതായത് ലോറൻസ് അന്തോണി എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയിലെ ഒരാള് 5000 ഏക്കർ സ്ഥലത്ത് മൃഗങ്ങളെ എല്ലാം വളർത്തുകയും അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തിനെ കാണാതെയായിട്ട് ആനകളും അവരൊക്കെ കുറെ കാലത്തോളം അദ്ദേഹത്തെ അന്വേഷിച്ച് നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം, മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും ഈ മൊറാലിറ്റി ഉണ്ടായിരുന്നു. മൊറാലിറ്റി ഉണ്ട്, ഇമ്മൊറാലിറ്റി ഉണ്ട്, ധാർമ്മികതയുണ്ട്, അധാർമികതയുണ്ട്. അപ്പോ ആൽക്കോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ എത്തിച്ചേരുമ്പോ, അല്ലെങ്കിൽ ആൽക്കോളിക്സ് അനോണിമസിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കി, സ്റ്റെപ്പ് 1 മനസ്സിലാക്കി ഞാൻ പവർലെസ് ആണ്. അതുകൊണ്ട് എനിക്ക് രണ്ടാമത്തെ പടിയിൽ പറയുന്ന ഒരു പവർ എനിക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പൊ റിലീജിയസ് ഒക്കെ ആയിട്ട് സ്ഥിരമായിട്ട് റിലീജിയസ് മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ എളുപ്പമായിരിക്കും, എനിക്ക് അറിയത്തില്ല അത് കൃത്യമായിട്ട്, പക്ഷെ എളുപ്പമായിരിക്കാം. പക്ഷെ ബിഗ് ബുക്കിന്റെ ഈ കാഴ്ചപ്പാട് ഒരുപക്ഷെ അതൊരു മനസാക്ഷിയുടെ ജ്ഞാനമായിട്ടോ, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കുറ്റബോധം തോന്നും, ശരി ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. അപ്പൊ അതിന്റെ ഒരു മനസാക്ഷിയുടെ ജ്ഞാനമായിട്ടോ, അല്ലെങ്കിൽ നേച്ചർ ഓഫ് യൂണിവേഴ്സിറ്റി, പ്രപഞ്ചത്തിന്റെ ഒരു ഇതായിട്ടോ
അല്ലെങ്കിൽ ആൽക്കോളിസ് അനോണിമസിന്റെ ദ കളക്റ്റീവ് വിസ്ഡം ഓഫ് എ ഗ്രൂപ്പ്, അതായത് എ ഗ്രൂപ്പിന്റെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു വിജ്ഞാനമായിട്ടൊക്കെ നമുക്ക് ഏത് രീതിയിലും നമുക്ക് എടുക്കാം. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, ഒരു പർട്ടിക്കുലർ ദൈവത്തെ ആരും ഇവിടെ വിതരണം ചെയ്യുന്നില്ല. ഒരു പർട്ടിക്കുലർ മതവിഭാഗത്തിന്റെ നെയിം പ്ലേറ്റിൽ നമ്മൾ ആരും ഇവിടെ വരുന്നില്ല. ക്രിസ്ത്യാനിറ്റി ആണെന്നും പറഞ്ഞ് ക്രിസ്ത്യൻസോ, മുസ്ലിങ്ങളെ ഇതാണെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളോ, ബുദ്ധമതമാണെന്നോ ജൈനമതമാണെന്നോ ഒന്നും പറഞ്ഞില്ല. കാരണം നമുക്കത് അങ്ങനെ വന്നാഴ്ച തന്നെ ഇത് വർക്കൗട്ട് ആവില്ല. അതുകൊണ്ടാണ്. അപ്പം ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ഒരു മദ്യാസക്തനാണെങ്കിൽ അവൻ ഈ സ്പിരിച്വൽ ബേസിസിലുള്ള ഒരു ജീവിതം നയിച്ചില്ലെങ്കിൽ പതുക്കെ പതുക്കെ മരണത്തിന് കീഴടങ്ങും. മദ്യാസക്തന് ഒരിക്കലും ഒറ്റയടിക്ക് ഇന്ന് കള്ളു കുടിച്ച് നാളെ മരിക്കുകയല്ല. ഈ കെമിക്കല് ഉള്ളിലേക്ക് ചെന്ന് സ്ലോവലി ആണ് അവനെ കീഴടക്കുന്നത്. അപ്പൊ അവന് ജീവിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ സ്പിരിച്വൽ ബേസിസിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പവർ കണ്ടെത്തുക എന്നുള്ളതാണ്. ആൽക്കോളിസ് അനോണിമസിന്റെ ബുക്കിൽ ഉടനീളം നമ്മളെ സഹായിക്കുന്നത് ആ പവർ കണ്ടെത്താനാണ്. ആ പവർ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കാനായിട്ടാണ് ഈ ചാപ്റ്റർ പ്രത്യേകം, പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽസ്. അപ്പൊ നമുക്ക് ചില കാര്യങ്ങളുണ്ട്, എൻ്റെ പഴയ ആശയങ്ങള്, എൻ്റെ പഴയ മനോഭാവങ്ങള്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പഴയ ചില വികാരങ്ങൾ പോലും മാറ്റി വെക്കേണ്ടി വരും. മതത്തെയും ദൈവത്തെ കുറിച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ആള് തന്നെയാണ് ഞാനും. കാരണം അതിനെപ്പറ്റിയൊക്കെ കേൾക്കുമ്പോഴും മുഖം തിരിച്ചു നിൽക്കുകയും ശ്രദ്ധിക്കാതെ പോവുകയൊക്കെ ചെയ്ത കാലഘട്ടങ്ങളാണ് മിക്കതും. പ്രത്യേകിച്ച് കുടിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ചെറുപ്പത്തിലേക്ക് ഒരുപാട് പള്ളികളിലൊക്കെ പോയിരുന്നെങ്കിലും പിന്നീടെല്ലാം അവിടെ നിന്നെല്ലാം അകന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പോ ഈ കോൺഫ്ലിക്റ്റുകളും കൺഫ്യൂഷനുകളും, അതായത് ആശയക്കുഴപ്പങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉള്ള ആ എന്നിലേക്ക് ഒരു പുതിയ അറിവ് നൽകാനാണ് ബി അഗ്നോസ്റ്റിക്സ് എന്ന ഈ അധ്യായം സഹായിക്കുക. പുതിയ മനസ്സിലാക്കലുകൾ. ആരുടെയെങ്കിലും മുമ്പിൽ പോയിട്ട് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഐഡിയ ഇതാണ്, എൻ്റെ ഗോഡ് ഇതാണ്, ഞാൻ ഈ ഗോഡിനെ എങ്ങനെയാണ് പരിഗണിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, എൻ്റെ ഭാവനയിലെ ഗോഡ് ഇങ്ങനെയാണ് എന്ന് ആരുടെ മുമ്പിൽ എനിക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്നിൽ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവസങ്കല്പം, അല്ലെങ്കിൽ പവർ ഗ്രേറ്റർ ദാൻ മീ, അല്ലെങ്കിൽ പവർ ഗ്രേറ്റർ ദാൻ ഷിബു എന്നുള്ളൊരു ആശയം നമുക്ക് ഓരോരുത്തർക്കും, അല്ലെങ്കിൽ അവനവന്റെ പേര് പറഞ്ഞിട്ട് പവർ ഗ്രേറ്റർ ദാൻ സോ ആൻഡ് സോ കിട്ടാനായിട്ട് ഈ അധ്യായം സഹായിക്കും. വി അഗ്നോസ്റ്റിക്സ്, വി റൂമിലെത്തുന്ന എല്ലാവരും, അല്ലെങ്കിൽ ആൽക്കോളിസ് അനോണിമസിന്റെ മീറ്റിംഗിലെത്തുന്ന എല്ലാവരും അഗ്നോസ്റ്റിക്സ് ആണെന്ന് പറയുന്നു. നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുമോ? പലരും പറയാറുണ്ട്, ഞാനൊരു അഗ്നോസ്റ്റിക്സ് അല്ല, അല്ലെങ്കിൽ ഞാനൊരു നിരീശ്വരവാദി അല്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്ന കൂടെ. അപ്പൊ അഗ്നോസ്റ്റിക്സ് എന്താണ്? അവിശ്വാസിയാണ്, അല്ലെങ്കിൽ ഒരു സംശയാലു, അല്ലെങ്കിൽ ദൈവത്തെയോ അതിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് കൃത്യമായിട്ടൊരു അറിവില്ലാത്ത ആള്, അങ്ങനെ വാദിക്കുന്ന ആള്. അതിന് മലയാളത്തിൽ ശരിക്കും ആഞ്ചേയവാദി എന്നാണ് പറയുന്നത്. ആഞ്ചേയവാദി ദൈവത്തിന്റെ അസ്തിത്വം ഉണ്ടെന്നോ ഇല്ലെന്നോ തീർച്ചയില്ലാത്ത ഒരാളാണ്. മലയാളത്തിൽ അതിന്റെ ഹെഡിങ് നിരീശ്വരവാദികളായ ഞങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. തീർച്ചയായും അത് അങ്ങനെയല്ല, അഞ്ചേയവാദികളായ ഞങ്ങൾ എന്നാണ്. അപ്പൊ ദൈവമോ ദൈവങ്ങളോ, ലോകത്തുള്ള ദൈവമോ ദൈവങ്ങളോ നിലനിൽക്കുന്നുണ്ടോ, അതോ കൃത്യമായിട്ട് ഒരു അറിവില്ല, അൺനോൺ, ഈ വാദത്തെയാണ് അന്യയവാദം എന്ന് പറയുന്നത്. ഒരു ലളിതമായി പറഞ്ഞാൽ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാനാവുന്നില്ല എന്നാണ് അന്യയവാദികൾ പറയുക. എന്നാൽ ആസ്തികവാദികൾ എന്ന് വിളിക്കുന്നവര് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. നാസ്തികർ അഥവാ എത്തിയസ്റ്റ് എന്ന് പറയുന്നവര് ഈശ്വരന്റെ തന്നെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവരാണ്. എന്നാല് അല്ലെങ്കിൽ അതിന് തെളിവില്ല എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുന്നവരാണ്. ആഞ്ചേയവാദികൾ ഈ രണ്ട് വാദങ്ങളും തെളിയിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ ആഞ്ചേയവാദികളിൽ തന്നെ നാസ്തികരായിട്ടുള്ള ആഞ്ചേയവാദികളുണ്ട്. നാസ്തിക ആഞ്ചേയവാദികൾ എന്നാണ് പറയുന്നത്. ദൈവമല്ല എന്ന് വിശ്വസിക്കുകയും എന്നാൽ ഉണ്ടാവാനുള്ള സാധ്യത അവർ തള്ളിക്കളയാത്തവരാണ്. ആസ്തികരായ ആഞ്ചേയവാദികളുണ്ട്, അതായത് എത്തിയസ്റ്റ് ആയിട്ടുള്ള ആഞ്ചേയവാദികൾ. അവരെന്താണ്? ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ദൈവം ഉണ്ടെന്ന് തെളിയിക്കാനാവില്ല എന്ന് കരുതുന്നവരുമാണ്. അതായത് ആഞ്ചേയവാദം എന്ന അർത്ഥത്തില് അഗ്നോസ്റ്റിസം എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞ TH ഹങ്സ്ലി ആയിരുന്നു. അപ്പോ ഞാൻ ഒന്നുകൂടി പറയാം. ആസ്തികവാദികൾ എന്ന് പറയുന്നത് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നാസ്തികർ ഈശ്വരന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നു. ആഞ്ചേയവാദികൾ ഈ രണ്ട് വാദങ്ങളും തെളിയിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നു. നാസ്തിക ആഞ്ചേയവാദികൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു. ആസ്തിക ആഞ്ചേയവാദികൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും അതേസമയം തന്നെ
ദൈവമുണ്ടെന്നതിന് തെളിവില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ആസ്തികാഞ്ചയവാദം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരം ചെറിയ കാര്യങ്ങളാണ് ആദ്യം നമുക്ക് അതിന്റെ ഒരു പ്രാരംഭം എന്ന രീതിയിൽ പറയാനുള്ളത്. അപ്പോ നമുക്ക് നമ്മുടെ ഗ്രൂപ്പില് അല്ലെങ്കിൽ ആൽക്കോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പില് എത്തിയസ്റ്റുകളായിട്ടുള്ളവരുണ്ട്, അഗ്നോസ്റ്റിക്സുകളായിട്ടുള്ളവരുണ്ട്, റിലീജിയസ് അതായത് മതപരമായിട്ടുള്ള വിശ്വാസികളൊക്കെ ഉണ്ട്. പക്ഷെ ഈ മൂന്ന് ആളുകളും അല്ലെങ്കിൽ നമ്മൾ ആരും തന്നെ തങ്ങളുടെ ആശയങ്ങൾ ഇവിടെ വിതരണം നടത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോ ഗ്രീക്ക് വേർഡിൽ നിന്നാണ് അഗ്നോസ്റ്റിക്സ് വന്നത്. അറ്റ്നോൺ എന്ന അറിവില്ലാത്ത അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമ്മൾക്ക് പറയാ മറ്റൊരു വാക്ക് പറയാ കഴിഞ്ഞാല് ഇഗ്നോറന്റ്. ഇഗ്നോറന്റ് IG എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എന്നാണ്. ഇഗ്നോറന്റ്. ഇഗ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് നോളജ്. ഇഗ്നോറന്റ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട്, ലാറ്റിൻ വേർഡിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. പഠിപ്പില്ലാത്ത അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത ഒരു കാര്യത്തെയാണ് അത് ഉദ്ദേശിക്കുക. നമുക്കറിയാം ഈ അഗ്നോസ്റ്റിക്സിലെ ജിം ബോർവെൽ ആണ് ആൽക്കോളിക്സ് അനോണിമസിന്റെ ഉള്ളിലെ ആദ്യത്തെ അംഗം. അദ്ദേഹത്തിന്റെ പേര് ജിം ബോർവെൽ എന്നാണ്. ന്യൂയോർക്കിലാണ് അദ്ദേഹം. അദ്ദേഹമാണ് നമുക്ക് ദ പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽസ് എന്ന ആശയത്തെ കുറിച്ച് പറയണമെന്നും നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് ഗോഡിനെ ഇതിനകത്ത് വിതരണം ചെയ്യേണ്ട കാര്യമില്ല എന്നും ആദ്യമായി ആൽക്കോളിക്സ് അനോണിമസിന് അറിവ് നൽകിയത്. അപ്പൊ അഗ്നോസ്റ്റിക്സ് വിത്തൗട്ട് നോളജ് അല്ലെങ്കിൽ വിത്തൗട്ട് എക്സ്പീരിയൻസ്, നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ അഗ്നോസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. വി അഗ്നോസ്റ്റിക്സ് എന്നുള്ള ആ പേജിൽ കൂടെ നമുക്ക് ഓരോ ഭാഗത്തേക്കൂടെ കടന്നു പോകാം. കാരണം മെന്റൽ ഒബ്സഷൻ ഉള്ള, ഫിസിക്കലായിട്ട് അലർജി ഉള്ള ഒരു മദ്യാസക്തിന് ഈ ഒരു പവർ ആവശ്യമുണ്ടെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളെല്ലാം കേട്ടത്. അപ്പൊ ആരെങ്കിലും ഒന്ന് വായിക്കാം, ആദ്യത്തെ പാരഗ്രാഫ് വായിക്കുക. അങ്ങനെ ഓരോന്നോരോന്ന് വായിച്ചു പോവാം. താങ്ക് യു. വായിക്കാവോ? അധ്യായം 4. നിരീശ്വരവാദികളായ ഞങ്ങൾ. അമിത മദ്യപാനാസക്തിയെപ്പറ്റി കഴിഞ്ഞ ആഴ്ചകളിൽ നിന്ന് കുറെയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അമിത മദ്യപാനാസക്തനും അമിത മദ്യപാനാസക്തിയനല്ലാത്ത മദ്യപനും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു എന്നാണ് കരുതുന്നത്. മദ്യത്തിൽ നിന്ന് മുക്തി നേടാൻ സത്യസന്ധമായി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾക്കത് പൂർണ്ണമായി സാധിക്കാതെ വരുമ്പോഴോ, കുടിക്കുന്ന അളവിൻ്റെ കാര്യത്തിൽ ഒട്ടും നിയന്ത്രണമില്ലാതിരിക്കുമ്പോഴോ നിങ്ങൾക്ക് മിക്കവാറും ഒരു അമിത മദ്യപാന രോഗിയാണ്. അതാണ് സ്ഥിതിയെങ്കിൽ ആധ്യാത്മിക അനുഭവത്തിലൂടെ മാത്രം കീഴ്പ്പെടുത്താവുന്ന ഒരു രോഗം മൂലം നിങ്ങൾ ക്ലേശിക്കുന്നുണ്ടാവും. അപ്പൊ അതായത് അമിത മദ്യാസക്തിയെ പറ്റി കഴിഞ്ഞ അധ്യായങ്ങളില് പറഞ്ഞ ഏകദേശമൊക്കെ സംതിങ് ഓഫ് ആൽക്കഹോളിസം, ലേൺഡ് സംതിങ് ഓഫ് ആൽക്കഹോളിസം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ മുൻ ചാപ്റ്ററിൽ 3 അധ്യായങ്ങളിൽ നമ്മൾ ഓരോ ലൈനുകളിലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ആൽക്കഹോളിക് ആണ്. അവസാനം നമ്മൾ ഫസ്റ്റ് ഡ്രിങ്ക് ചെയ്യുന്ന എങ്ങനെയാണ് മോചനം നേടുന്നത്. ജയവാക്കറുടെ കഥ പറഞ്ഞു, ഫ്രെഡിന്റെ കഥ പറഞ്ഞു, ജിമ്മിന്റെ കഥ പറഞ്ഞു, പിന്നെ മാൻ ഓഫ് 30, 30 വയസ്സുള്ള ഒരാളുടെ കഥ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ ഇതിനകത്ത് പറയുകയാണ്, ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നതാണ് അമിത മദ്യപാനാസക്തിയെ പറ്റി കഴിഞ്ഞ അദ്ദേഹം കുറെയൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 1 ആണ് അവിടെ പറയാം. സ്റ്റെപ്പ് 1 എന്നതാണ്? അമിത മദ്യപാനാസക്തനും അമിത മദ്യപാനാസക്തനും അല്ലാത്ത ആളുകളും, ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക്കുമായിട്ടുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്ഷൻ, വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മദ്യത്തിൽ നിന്ന് മുക്തി. അപ്പൊ സ്റ്റെപ്പ് 1ന്റെ ആദ്യത്തെ ഇത് എങ്ങനെയാണ്? മദ്യത്തിൽ നിന്ന് മുക്തി നേടാൻ സത്യസന്ധമായി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾക്കത് പൂർണ്ണമായി സാധിക്കാതെ വരുമ്പോൾ, കുടിക്കുന്ന അളവിന്റെ കാര്യത്തിൽ ഒട്ടും നിയന്ത്രണമില്ലായിരിക്കുമ്പോൾ നമ്മൾ മിക്കവാറും ഒരു അമിത മദ്യപാന രോഗിയാണ്. അപ്പൊ ഒരു ആൽക്കഹോളിക്കിന്റെ ഡെഫിനിഷനാണ് സ്റ്റെപ്പ് 1 ആണത്. അപ്പോ കഴിഞ്ഞ 43 പേജിലും നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്കറിയാം, ഫിസിക്കൽ അലർജിയെ പറ്റി നമ്മൾ പറഞ്ഞു, നമ്മുടെ മെന്റൽ ഒബ്സഷനെ പറ്റി പറഞ്ഞു. നോൺ ആൽക്കഹോളിക്കിന് ഈ അലർജിയും ഈ മെന്റൽ ഒബ്സഷൻ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ അവിടെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതാണ് മദ്യത്തിൽ നിന്ന് മുക്തി നേടാൻ സത്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി സാധിക്കും. അളവിന്റെ കാര്യത്തിൽ ഒട്ടും നിയന്ത്രണമില്ലായിരിക്കുമ്പോൾ നിങ്ങൾ മിക്കവാറും ഒരു അമിത മദ്യപാന രീതിയാണ്. അപ്പൊ ഇംഗ്ലീഷ് ബുക്കിൽ അത് ഇട്ടിട്ടാണ് പറയുന്നത്. അതായത് if when you honestly want you find you cannot quit entirely, or
if when drinking you have little control over the amount you take, you are probably alcoholic. എന്താണ് ഓർ? അതായത് ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി വരണം അല്ലെ? രണ്ട് സംഗതി. അതായത് നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ കുടി നിർത്താൻ സത്യസന്ധമായിട്ടൊരു ആഗ്രഹമൊക്കെ വരുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് സാധിക്കാതെ വരുമ്പോഴോ കുടിക്കുന്ന അളവിന്റെ ഒട്ട് നീന്തണം. അപ്പൊ മെന്റൽ ഒബ്സഷനും ഫിസിക്കൽ അലർജിയും ഒന്നിച്ചു വരണമെന്നില്ല. ഏതെങ്കിലും ഒന്ന് വന്നാൽ പോലും ആൽക്കഹോളിക് ആണ്. അതായത് എപ്പോഴെപ്പോഴും മെന്റൽ ഒബ്സഷൻ വരണമെന്നില്ല. പക്ഷെ അയാൾ പോയി കുടിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ക്രേവിംഗ് ഉണ്ടായി ഒന്നിൽ നിന്ന് രണ്ടിലേക്കും, രണ്ടിൽ നിന്ന് മൂന്നാമത്തേതിലേക്കും, മൂന്നാമത്തെ കുടി നാലാമത്തെ കുടിയെ പ്രേരിപ്പിക്കുകയും നാലാമത്തെ കുടി അഞ്ചാമത്തെ കുടിയിലേക്ക് പ്രലോഭിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ പ്രോബബ്ലി അയാൾ ഒരു ആൽക്കഹോളിക് ആണ്. മിക്കവാറും ഒരു അമിത മദ്യപാന രോഗിയാണെന്നാണ് പറയാം. അപ്പോ ഓർ എന്നാണ് അവിടെ വരിക. ഏതെങ്കിലും ഒന്ന്, രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാലും മതി, രണ്ടും കൂടെ വന്നാലും ആൽക്കഹോളിക് ആണ്. അപ്പൊ ആൻഡ് എന്നുള്ള വാക്കല്ല, ഓർ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം പേജ് നമ്പർ 30 നമ്മൾ പറയുന്നുണ്ട്, നമുക്ക് നിയന്ത്രിച്ചു കുടിക്കാമെന്നുള്ള ആശയത്തെ നമ്മൾ തകർത്തെറിയേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. ആൽക്കഹോളിക് ആയിട്ടുള്ള ഞങ്ങളൊക്കെ ആദ്യമേ അതിൽ വരുമ്പോ ഒരു 20 ക്വസ്റ്റ്യൻസ് തരുമായിരുന്നു. നമുക്കറിയാം നമ്മൾ ആൽക്കഹോളിക് ആണോ എന്ന് തിരിച്ചറിയാം. ഇന്നിപ്പോ നമ്മൾ പലപ്പോഴും അത് കാണുന്നില്ല. 20 ക്വസ്റ്റ്യൻസ് അത് ഈ ഹേസൽഡന്റെ അവര് ഇറക്കിയതുണ്ട്, നമ്മുടെ AI ഗ്രൂപ്പുകൾ ഇറക്കിയതുണ്ട്. അതായത് നിങ്ങൾക്ക് ജോലി സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് കുടിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഭാര്യ കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ, നിന്റെ കൂട്ടുകാർ കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളുടെ ജോലി സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാതിരുന്നിട്ടുണ്ടോ, രാത്രി ഫുൾ ടൈം ഇരുന്ന് കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനകത്ത് അതൊക്കെ നമുക്ക് ഈ രോഗിയാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു എളുപ്പം തരുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ പിന്നീട് ഇവർ പറയുന്നത് അതാണ് സ്ഥിതിയെങ്കിൽ ആധ്യാത്മികമായ അനുഭവത്തിലൂടെ മാത്രം കീഴ്പ്പെടുത്താവുന്ന ഒരു രോഗം പോലെ നിങ്ങൾ ക്ലേശിക്കുന്നുണ്ടാവും. അതായത് സ്പിരിച്വൽ എക്സ്പീരിയൻസ് വിൽ കോൺക്വയർ എന്ന് വാക്കാണ്. അതായത് ഈ രോഗത്താൽ, അതായത് യു മേ ബി സഫറിങ് ഫ്രം ആൻ ഇൽനെസ് വിച്ച് ഓൺലി എ സ്പിരിച്വൽ എക്സ്പീരിയൻസ് വിൽ കോൺക്വയർ. അതായത് ഒരു ആത്മീയമായ അടിസ്ഥാനത്തിലുള്ള ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിലൂടെ മാത്രമേ നിങ്ങൾക്ക് മദ്യാസക്തിയോട് പടവെട്ടി ജയിക്കാൻ പറ്റുള്ളൂ, മദ്യാസക്തിയെ കീഴടക്കാൻ പറ്റുള്ളൂ, മദ്യാസക്തിയെ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മദ്യാസക്തിയെ വെല്ലുക എന്നുള്ള, അല്ലെങ്കിൽ തരണം ചെയ്യുക എന്നുള്ള ധാരണ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് വിൽ കോൺക്വയർ നിങ്ങൾക്ക് വന്നിരിക്കണം എന്നുള്ളതാണ്. അടുത്ത് വായിക്കാവോ? ഒരു നാസ്തികനോ നിരീശ്വരവാദിയോ ആണെന്ന് സ്വയം കരുതുന്ന ഒരാൾക്ക് അത്തരത്തിലുള്ള അനുഭവം അസാധ്യമായിട്ടാണ് കാണപ്പെടാറുള്ളത്. പക്ഷേ അയാൾ അതേ നിലയിൽ തുടരുക എന്നുള്ളത് വിനാശകരമാണ്. പ്രത്യേകിച്ചും പ്രതീക്ഷയറ്റ തരത്തിൽപ്പെട്ട ഒരു കുടിയനാണ് അയാളെങ്കിൽ ഒന്നുകിൽ അമിത മദ്യപാനീയ രോഗിയായി മരിക്കാൻ വിധിക്കപ്പെടുക, അല്ലെങ്കിൽ ആത്മീയമായ അടിസ്ഥാനത്തിൽ ജീവിക്കുക. ഇവയിലൊന്ന് മാത്രം മുമ്പിൽ ഉണ്ടായിരിക്കുന്ന അവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എപ്പോഴും എളുപ്പമായ ഒന്നല്ല. എന്നാൽ അതായത് എത്തിയസ്റ്റ് ആണ്, ഞാനൊരു അഗ്നോസ്റ്റിക്സ് ആണ് എന്ന് സ്വയം കരുതുന്ന ആളുകളുണ്ട്. To an alcoholic death or to live on a spiritual basis or not always easy alternatives to face. അതായത് ഡൂംഡ് എന്ന് പറഞ്ഞാൽ അന്ത്യവിധി അടുക്കുക, അല്ലെങ്കിൽ മരണം വരിക, ഒരു നിർഭാഗ്യവാനായിട്ടുള്ള ആ ശിക്ഷ ഏറ്റെടുക്കുക, അതായത് കുടിച്ചു മരിക്കുക എന്നുള്ളതാണ് ഒന്ന്. അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യമാണ്, പ്രത്യേകിച്ച് പ്രതീക്ഷ കുടിയനാണ് അയാളെങ്കിൽ ഒന്നിൽ മദ്യം മരിക്കാൻ വിധിക്കപ്പെടുക, അല്ലെങ്കിൽ ആത്മീയമായ അടിസ്ഥാനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഒരു സ്പിരിച്വൽ ലൈഫ് അല്ലെ, സ്പിരിച്വൽ ബേസിസിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ഇവയിലൊന്ന് മാത്രം മുമ്പിൽ ഉണ്ടായിരിക്കുന്ന അവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഇപ്പോഴും എളുപ്പമായ ഒന്നല്ല. അപ്പോ ഇതില് ഈ രണ്ടില് ഏതെങ്കിലും ഒരു ചോയ്സ് ഉള്ളൂ. ഒന്നില്ലെങ്കിൽ കുടിച്ച് ആൽക്കഹോളിക് ഡെത്ത് എന്ന് വെച്ചാൽ സ്ലോലി അവർ മരിക്കും. രണ്ടാമത്തത് സ്പിരിച്വൽ ബേസിസിൽ ഒരു ജീവിതം നയിക്കുക. അപ്പൊ ഇത് ഫേസ് ചെയ്യുക, ഇത് അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല എന്നുള്ളതാണ്. അടുത്ത് വായിക്കാവാ? എന്നാൽ അത് മാത്രം ബുദ്ധിമുട്ടുള്ള ഒന്നല്ല.
ആരംഭകാലത്തെ ഞങ്ങളുടെ കൂട്ടായ്മയിലെ പകുതിയോളം പേർ ശരിക്കും ഈ രീതിയിലുള്ളവരായിരുന്നു. ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള മദ്യപാന രോഗികളല്ല എന്ന പ്രതീക്ഷയിന്മേൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിൽ ചിലർ ആദ്യമൊക്കെ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആത്മീയ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതം പടുത്തുയർത്തിയേ പറ്റൂ, അല്ലെങ്കിൽ അപകടമാണ് എന്ന വസ്തുത ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഒരുപക്ഷെ നിങ്ങൾക്കും ആ വഴി മാത്രമായിരിക്കും ഉള്ളത്. എന്നാൽ ഉന്മേഷവാന്മാരായി സമാധാനിക്കൂ. ഞങ്ങളിൽ പകുതി പേരും നാസ്തികരോ നിരീശ്വരവാദികളോ ആണെന്ന് സ്വയം കരുതുന്നവരാണ്. നിങ്ങൾ മനസ്സമാധാനം നഷ്ടപ്പെടേണ്ടവരാകേണ്ടതെന്നാണ് ഞങ്ങളുടെ അനുഭവം കാണിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ആൽക്കഹോളിസ്റ്റ് അനോണിമസിൽ വന്നേക്കണവര് 50-50, അതായത് 50 പേര് എത്തിയസ്റ്റുകളും 50 പേര് ഈശ്വര വിശ്വാസമുള്ള റിലീജിയനായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ ഉള്ളവര് തന്നെയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ വന്നവര്. അപ്പം ഇത് പറയുന്നത് അത് അത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒന്നല്ല. ആരംഭകാലത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ പകുതിയോളം പേർ ശരിക്കും ഈ രീതിയിൽ തന്നെയുള്ളവരായിരുന്നു. ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള മദ്യപാന രോഗികളല്ലെന്ന പ്രതീക്ഷ വിശ്വാസം ഞങ്ങൾ ചിലർ ആദ്യമൊക്കെ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നു. അതായത് ഞങ്ങൾ ആൽക്കഹോളിക് അല്ല. അതായത് ഞങ്ങൾക്ക് at first term of we tried to avoid the issue, hoping against hope we are not a true alcoholics. അതായത് നമ്മൾ റിയൽ ആൽക്കഹോളിക്കിനെ പറ്റിയാണ് ബുക്ക് സംസാരിക്കുന്നത്. നമ്മുടെ ഹാർഡ് ഡ്രിങ്കറിനെ പറ്റിയോ മോഡറേറ്റ് ഡ്രിങ്കറിനെ പറ്റിയല്ല. യഥാർത്ഥത്തിൽ ഒരു റിയൽ ആൽക്കഹോളിക് ആയിട്ട് കടന്നു വന്നവർക്ക് ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള ഒരു മദ്യപാന രോഗികളല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ആദ്യമൊക്കെ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത്. പക്ഷെ ആത്മീയ അടിസ്ഥാനത്തിലുള്ള ജീവിതം പടുത്തുയർത്തിയേ പറ്റൂ. സ്പിരിച്വൽ ബേസിസ് ഓഫ് ലൈഫ് ഓർ എൽസ് എന്താണ് സംഭവിക്കുക? നമ്മള് മരിക്കും, ഡൈ അല്ലേ? അല്ലെങ്കിൽ അപകടമാണെന്ന വസ്തുത ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഓർ എൽസ് എന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കുക. അതിനർത്ഥം ഓർ എൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ മരിക്കും. ഒരു പക്ഷെ നിങ്ങൾക്ക് ആ വഴി മാത്രമായിരിക്കും ഉള്ളത്. എന്നാൽ ഉന്മേഷവാന്മാരായി സമാധാനിക്കൂ. ഞങ്ങളിൽ പകുതി പേര് നാസ്തികരോ നിരീശ്വരവാദികളാണെന്ന് സ്വയം കരുതിയവരാണ്. നിങ്ങൾ മനസമാധാനം നഷ്ടപ്പെടേണ്ടവരാണെന്ന് ഞങ്ങളുടെ അനുഭവം കാണിക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു മനസമാധാനം നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പറയാ. അടുത്ത് വായിക്കാവോ? സദാചാര നിഷ്ഠകളോ ഉത്കൃഷ്ട ജീവിത തത്വശാസ്ത്രമോ മദ്യപാനാസക്തിയെ മറികടക്കുന്നതിന് മതിയാകുമായിരുന്നെങ്കിൽ പലരും എത്രയോ നേരത്തെ രോഗവിമുക്തരായേനെ. എത്ര ശ്രമിച്ചിട്ടും അത്തരം നിഷ്ഠകൾക്കും തത്വങ്ങൾക്കുമൊന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കി സദാചാര നിഷ്ഠയുള്ളവരായി ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ തത്വ സംഹിതങ്ങളാൽ സമാശ്വസിക്കപ്പെടുന്നവരാകാൻ അതിനായി ആഗ്രഹിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. സത്യത്തിൽ ഞങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഈ കാര്യങ്ങളെയൊക്കെ ആഗ്രഹിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ആഗ്രഹങ്ങളാൽ ശ്രദ്ധാപൂർവം നയിക്കപ്പെട്ട ഞങ്ങളുടെ മാനുഷികമായ കഴിവുകൾ അപര്യാപ്തമായിരുന്നു. അവ ദയനീയമായി പരാജയപ്പെട്ടു. വേണ്ടത്ര ഓരോ പാരഗ്രാഫിൽ പോകാം, അതാ നല്ലത്. അപ്പൊ ആദ്യത്തെ ഒരു ലൈനിൽ പറയുന്നത് സദാചാര നിഷ്ഠകൾ നമുക്കുണ്ടായിരുന്നു, ഉത്കൃഷ്ട ജീവിതമൊക്കെ തത്വശാസ്ത്രമൊക്കെ ഫിലോസഫിയൊക്കെ നമുക്ക് അറിയാമായിരുന്നു. ഈ രണ്ട് കോഡ്, അതായത് മോറൽ കോഡുകളാണ്. അതായത് ധാർമ്മികമായിട്ടുള്ള പല കോഡുകൾ നമുക്ക്, അതായത് ബെറ്റർ ഫിലോസഫി ഓഫ് ലൈഫ് ആൻഡ് സഫിഷ്യന്റ് ടു ഓവർകം ആൽക്കഹോളിസം. പക്ഷെ ഇവ മദ്യാസക്തി എന്ന് പറയുന്ന കാര്യത്തിന് രോഗവിമുക്തമാക്കാൻ സഹായിച്ചില്ല. അപ്പൊ എത്ര ശ്രമിച്ചിട്ട് മാത്രം നിഷ്ഠകൾക്കും തത്വങ്ങൾക്കും ഒന്നും ഞങ്ങൾ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കി. അതായത് നമ്മൾക്ക് അറിയാമായിരുന്ന മോറലായിട്ടുള്ള ജീവിതമോ അതിന്റെ തത്വശാസ്ത്രമോ ഒന്നും നമ്മുടെ മദ്യാസക്തിയെ ഓവർകം ചെയ്യാൻ സാധിച്ചില്ല. ഈ തത്വസംഹിതകളാൽ സമാശ്വസിക്കപ്പെടുന്നവരാകാൻ അതിനായി ആഗ്രഹിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. സത്യത്തിൽ ഞങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഈ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതായത് നമുക്കൊരു ഈ ഹ്യൂമൻ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള അറിവുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് ശ്രദ്ധാപൂർവ്വം ഞങ്ങളുടെ മാനുഷിക കഴിവുകൾ അപര്യാപ്തമായിരുന്നു. പക്ഷെ അത് അപര്യാപ്തമായിരുന്നു, അവ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് പറയുന്നത്. അതായത് ഈ ഫിലോസഫികളോ ഈ മോറൽ കോഡുകളോ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള പല ആശയങ്ങളും നമുക്കറിയാവുന്ന തത്വശാസ്ത്രമൊന്നും നമ്മളുടെ രോഗത്തെ നിയന്ത്രിക്കാനായിട്ടോ മറികടക്കാനായിട്ടോ സഹായിച്ചില്ല എന്നുള്ളതാണ്. അടുത്ത വേണ്ടത്ര
ശക്തിയുടെ അഭാവം അതായിരുന്നു ഞങ്ങളുടെ ഗതികേട്. ഞങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട ഒരു സാഹചര്യം നൽകുന്ന ഒരു ശക്തിയെ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അതാകട്ടെ വളരെ സ്പഷ്ടമായും ഞങ്ങളെക്കാൾ മഹത്തായ ഒരു ശക്തിയായിരിക്കേണ്ടതുമുണ്ടായിരുന്നു. പക്ഷേ എവിടെ, എങ്ങനെ ഈ ശക്തിയെ ഞങ്ങൾ കണ്ടെത്താനാവും? ഓക്കെ. അപ്പം ലാക്ക് ഓഫ് പവർ, ദാറ്റ് വാസ് അവർ ഡയലാമ. എന്ന് വെച്ചാല് നമ്മൾക്കൊരു ശക്തി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് പവർ ഇല്ലായിരുന്നു. ഇപ്പൊ ഡയലാമ എന്ന് പറഞ്ഞാൽ അതായിരുന്നു നമ്മുടെ കുഴപ്പം, അല്ലെങ്കിൽ ഒരു വിഷമവൃത്തം, അല്ലെങ്കിൽ നിശ്ചയം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ധർമ്മസങ്കടം എന്നൊക്കെയാണ് ഡയലാമ എന്നതിന്റെ മലയാളം വാക്കിന്റെ അർത്ഥം. അപ്പം കാരണം ഒരുപോലെയുള്ള തലത്തിൽ രണ്ടെണ്ണം ഉള്ളപ്പോൾ അത് തെരഞ്ഞെടുക്കേണ്ടി വരുന്നു. അതാണ്. അപ്പം lack of power, that was our, we had to find a power by which we could live, and it had to be a power greater than ourselves. നമ്മളെക്കാളും ഒരു ഉയർന്ന ശക്തി ആയിരിക്കുകയും വേണം. അപ്പൊ നമുക്കത് തെരഞ്ഞെടുക്കണേന് ഒരു ഒബ്വിയസ്ലി ഒരു കുഴപ്പം വന്നു. ബട്ട് വേർ ആൻഡ് ഹൗ വേർ വി ഫൈൻഡ് ദിസ് പവർ, എവിടെയാണ് നമ്മൾക്ക് ഈ പക്ഷെ എവിടെ, എങ്ങനെ ഈ ശക്തി നമുക്ക് കണ്ടെത്താനാകും എന്നുള്ളതാണ് അടുത്ത പാരഗ്രാഫ്. അതെ, ഈ ഗ്രന്ഥം ശരിക്കും അതിനു വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പ്രാപ്തിയുള്ള നിങ്ങളെക്കാൾ വലിയൊരു ശക്തിയെ കണ്ടെത്തുകയെന്നതാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രധാന ഉദ്ദേശം. അതായത് ഞങ്ങളുടെ വിശ്വാസപ്രകാരം ആത്മീയവും സദാചാരപരവും എന്ന് കരുതുന്ന ഒരു ഗ്രന്ഥം രചിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം തീർച്ചയായും ഞങ്ങൾ ദൈവത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ പോകുന്നുവെന്നതാണ്. നാസ്തികരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബുദ്ധിമുട്ടുകൾ തലപൊക്കുന്നു. പലപ്പോഴും ഞങ്ങളൊരു പുതിയ ആളോട് മദ്യപാനാസക്തിയെപ്പറ്റിയും ഞങ്ങളുടെ കൂട്ടായ്മയെപ്പറ്റിയും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പ്രതീക്ഷയും പ്രത്യാശയും കൊണ്ട് അയാളുടെ മുഖം ചുമന്ന് വികസിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആത്മീയ കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങൾ ദൈവത്തെ പരാമർശിക്കുമ്പോൾ, അയാളുടെ മുഖം താഴുന്നു. എന്തുകൊണ്ടെന്നാൽ അയാൾ എന്നേക്കുമായി ഉപേക്ഷിച്ചിരുന്നതും പൂർണ്ണമായി അവഗണിച്ചിരുന്നതും എന്നും കരുതിയ ഒരു വിഷയം ഞങ്ങൾ വീണ്ടും അയാളുടെ മുമ്പിൽ തുറന്നു കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ആദ്യത്തെ വരി തന്നെ പറയുന്നത് എന്താണ്? ഈ ഗ്രന്ഥം ശരിക്കും അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് ഈ പവർ കണ്ടെത്താനുള്ളതായിട്ട്. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പ്രാപ്തിയുള്ള നിങ്ങളെക്കാൾ വലിയ ശക്തി കണ്ടെത്തുകയാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രധാന ഉദ്ദേശം. അപ്പൊ ഗ്രന്ഥത്തിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ബിഗ് ബുക്കിന്റെ പ്രധാന ഉദ്ദേശം ഫൈൻഡ് എ പവർ ഗ്രേറ്റർ ദാൻ യുവർ സെൽഫ്, അല്ലെങ്കിൽ മൈ സെൽഫ്. എന്നെക്കാൾ വലിയൊരു ശക്തിയെ എനിക്ക് കണ്ടെത്തണം. അതാണ് വിച്ച് വിൽ സോൾവ് മൈ പ്രോബ്ലം. അതാണ് എന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയുള്ളൂ. അതായത് ഞങ്ങളുടെ വിശ്വാസപ്രകാരം ആത്മീയവും സദാചാരവും എന്ന് കരുതുന്ന ഒരു ഗ്രന്ഥം രചിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം തീർച്ചയായും ഞങ്ങൾ ദൈവത്തെ പറ്റി ചർച്ച ചെയ്യാൻ പോകുന്നു എന്നാണ്. ദാറ്റ് മീൻസ് വി ഹാവ് റിട്ടൺ എ ബുക്ക് വിച്ച് വി ബിലീവ് ടു സ്പിരിച്വൽ ആസ് വെൽ ആസ് മോറൽ. ആത്മീയവും ധാർമ്മികവുമായിട്ടുള്ള ഒരു ബുക്ക് രചിച്ചു. ആൻഡ് ഇറ്റ് മീൻസ് ഓഫ് കോഴ്സ് ദാറ്റ് വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഗോഡ്. ദൈവത്തെ പറ്റി സംസാരിക്കാൻ പോകുന്നു. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമുക്ക് നാസ്തികരെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ എത്തിയസ്റ്റ് എന്ന് വിളിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബുദ്ധിമുട്ടുകൾ തലപൊക്കുന്നു. ചിലപ്പോൾ പലപ്പോഴും ഞങ്ങളുടെ പുതിയ ആളുകളോട് മദ്യപാനാസക്തിയെ പറ്റി, ഞങ്ങളുടെ കൂട്ടായ്മയെ പറ്റി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പ്രതീക്ഷയും പ്രത്യാശയും കൊണ്ട് അയാളുടെ മുഖം ചുമന്ന് വികസിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ഈ മെന്റൽ ഒബ്സഷൻ ഉണ്ട്, ക്രേവിംഗ് ഉണ്ട്, നമുക്ക് രോഗം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഈ ആശയത്തേക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റുന്നത്. പക്ഷെ ആത്മീയ കാര്യങ്ങളെ പറ്റി ഞങ്ങൾ സംസാരിക്കാൻ പോകും. അതായത് നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ ദൈവത്തെ പരാമർശിക്കുമ്പോൾ അയാളുടെ മുഖം താഴുന്നു. അയാൾക്ക് ഇത് സ്വീകരിക്കാൻ പറ്റാതെ വന്നു. എന്തുകൊണ്ടെന്നാൽ അയാൾ എന്നേക്കുമായി ഉപേക്ഷിച്ചിരുന്നതും പൂർണ്ണമായും അവഗണിച്ചിരുന്നതെന്ന് കരുതിയ ഒരു വിഷയം ഞങ്ങൾ വീണ്ടും അയാളുടെ മുമ്പിൽ തുറന്നു കഴിഞ്ഞു. അതായത് ദൈവത്തിനോട് അടുക്കാതെ അകന്ന് ജീവിച്ച, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലൈഫ് ആയിരുന്നില്ല. സ്പിരിച്വൽ മാറ്റേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മള് കുടി കാലഘട്ടത്തിൽ തീർച്ചയായും അതിൽ നിന്ന് ഒരു ഈവിൾ ലൈഫ്, അല്ലെങ്കിൽ ഒരു പൈശാചികമായ എന്നുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക. ഏതായാലും അതൊക്കെ ഒരുപക്ഷെ റിലീജിയസ് വേർഡാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം ഇഗ്നോർ ചെയ്തു. നമുക്ക് അർഹിക്കുന്ന വിധത്തിൽ അവഗണിച്ചു കഴിഞ്ഞു. അപ്പൊ അടുത്ത പാരഗ്രാഫ് വായിക്കാമോ? അയാളുടെ തോന്നൽ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അയാളുടെ ആത്മാർത്ഥമായ സംശയങ്ങളും മുൻവിധികളും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളിൽ ചിലർ കഠിന മതവിരോധികളായിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ആരോ ചിലർ ധരിപ്പിച്ച ഒരു പ്രത്യേക ആശയം എന്ന നിലയിലാണ് ഞങ്ങളിൽ ചിലർ ദൈവം എന്ന പദത്തെ കണ്ടത്.
ഒരുപക്ഷെ ദൈവത്തെ പറ്റിയുള്ള ധാരണ മതിയാകാതെ വന്നതുകൊണ്ടാകാം ഈ ആശയം ഞങ്ങൾ തിരസ്കരിച്ചത്. ആ തിരസ്കരണം കൊണ്ട് ദൈവമെന്ന ആശയം തന്നെ പൂർണ്ണമായും ഉപേക്ഷിച്ചതായി ഞങ്ങൾ സങ്കല്പിക്കുന്നു. ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിയിൽ വിശ്വസിക്കുകയും അതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നത് ബലഹീനതയോ ഭീരുത്വം പോലുമോ ആണെന്ന ചിന്തയാൽ ഞങ്ങൾ ക്ലേശിച്ചു. ഈ ലോകത്തിലെ പരസ്പരം പടവെട്ടുന്ന മനുഷ്യരുടെയും പരസ്പരം പൊരുതുന്ന ദൈവശാസ്ത്ര സമ്പ്രദായങ്ങളുടെയും മറ്റ് അവാച്യങ്ങളായ അത്യാഹിതങ്ങളുടേതുമായ ഈ ലോകത്തെ ഞങ്ങൾ വിശ്വാസത്തോടെയാണ് വീക്ഷിക്കുന്നത്. ദൈവികത്വമുള്ളവരെന്ന് സ്വയം അവകാശപ്പെടുന്നവരെ ഞങ്ങൾ പുച്ഛമായിരുന്നു. ഒരു പരമോന്നതമായ ശക്തിക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തു ചെയ്യാനാണ്? മാത്രമല്ല, എങ്ങനെയായാലും ആർക്കാണ് ഈ പരമോന്നത ശക്തിയെ ആഗ്രഹിക്കുവാൻ പറ്റുന്നത്? എന്നിരുന്നാലും ചില നിമിഷങ്ങളിൽ നക്ഷത്രങ്ങളുള്ള രാത്രിയുടെ ശോഭയിൽ അറിയാതെ ആകർഷകരാകുമ്പോൾ ഇതൊക്കെ സൃഷ്ടിച്ചതാരാണ് എന്ന് സ്വയം ഞങ്ങൾ ചിന്തിക്കുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ അവസരങ്ങളിൽ ആദരവോടുകൂടിയ ഭയവും അത്ഭുതവും തോന്നിയിരുന്നു. എന്നാൽ അവ ക്ഷണികവും പെട്ടെന്ന് മാഞ്ഞു പോകുന്നതുമായ ഒന്നുമായിരുന്നു. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ സ്പിരിച്വൽ മോഡലുമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് സദാചാരപരമായിട്ടുള്ള അല്ലെങ്കിൽ ധർമ്മ വിവേചനമൊക്കെ നമുക്ക് അറിയാൻ വരുന്നു. അതൊന്നും വർക്കാവാതപ്പോഴാണ് നമ്മൾ അടുത്ത പാരഗ്രാഫിൽ പറയുന്ന ഈ പറയുന്ന മതപരമായിട്ട് ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അയാളുടെ മുഖം താഴ്ന്നു, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിനെ പറ്റി പറയുമ്പോഴത്തേക്കും അയാൾക്ക് തോന്നുന്നു നമ്മൾ ഏതോ മതവിഭാഗത്തെ ചേർക്കാമെന്നൊക്കെ തോന്നാമായിരിക്കും. അപ്പൊ പറയാണ്, അയാളുടെ തോന്നൽ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അയാൾ എന്താണ് ചിന്തിക്കുന്നത്, അയാളുടെ ആത്മാർത്ഥമായ സംശയങ്ങളും മുൻവിധികളും ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഞങ്ങളിൽ ചിലർ കഠിന മതവിരോധികളായിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മതത്തോട് വിരോധമുള്ളവരുണ്ടാവും. കുട്ടിക്കാലത്ത് ആരോ ചിലർ ധരിപ്പിച്ച ഒരു പ്രത്യേക ആശയം എന്ന നിലയിലാണ് ഞങ്ങളിൽ ചിലർ ദൈവം എന്ന പദത്തെ കണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞു, ദൈവം എന്ന് കേൾക്കുമ്പോൾ തന്നെ മതത്തിലേക്ക് കണക്ട് ചെയ്യിക്കുന്ന ഒരു ആശയമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. ഒരു പക്ഷേ ദൈവത്തെ പറ്റിയുള്ള ധാരണ മതിയാകാതെ വന്നത് കൊണ്ടാകാം ഈ ആശയം ഞങ്ങൾ തിരസ്കരിച്ചത്. ഈ തിരസ്കരണം കൊണ്ട് ദൈവം എന്ന ആശയം തന്നെ പൂർണ്ണമായും ഉപേക്ഷിച്ചതായി ഞങ്ങൾ സങ്കല്പിക്കുന്നു. ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിയിൽ വിശ്വസിക്കുകയോ അതിനെ ആശ്രയിക്കുകയോ ചെയ്യുന്നത് ബലഹീനതയോ വീരത്വം പോലുമോ ആണെന്ന ചിന്തയാൽ ഞങ്ങൾ ക്ലേശിച്ചു. ഈ ലോകത്തിലെ പരസ്പരം പടവെട്ടുന്ന മനുഷ്യരുടെയും പരസ്പരം പൊരുതുന്ന ദൈവശാസ്ത്ര സമ്പ്രദായം മറ്റ് അവാച്യങ്ങളായ അത്യാഹിതങ്ങളോട് ഈ ലോകത്തെ ഞങ്ങൾ അവിശ്വാസത്തോടെയാണ് വീക്ഷിച്ചിരുന്നത്. നമുക്കറിയാം, മതവിശ്വാസങ്ങളുള്ള പല രാജ്യങ്ങള് യുദ്ധം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിനോട് കൂടുതൽ എതിർപ്പാണ് വരിക. അപ്പൊ അങ്ങനെയുള്ള ഒരു ദൈവത്തെ സ്വീകരിക്കാനായിട്ട് നമ്മള് തയ്യാറാവില്ല. അതിനോടൊരു എതിരഭിപ്രായം നമുക്കുണ്ടാവും. അല്ലെങ്കിൽ നമ്മളൊരു മുൻവിധിയോടുകൂടിയൊരു സമീപനം നമുക്കുണ്ടാവും. ദൈവികത്വം ഉള്ളവരെന്ന് സ്വയം അവകാശപ്പെടുന്നവരെ ഞങ്ങൾ പുച്ഛമായിരുന്നു. ഒരു പരമോന്നതമായ ശക്തിക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാനാണ്? മാത്രമല്ല, എങ്ങനെയായാലും ആർക്കാണ് ഈ പരമോന്നത ശക്തി ഗ്രഹിക്കാൻ പറ്റുന്നത്? അതായത് അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ തന്നെ അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധാരണ മനുഷ്യർക്ക് പറ്റില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും ചില നിമിഷങ്ങളിൽ നക്ഷത്രങ്ങളുടെ രാത്രിയുടെ ശോഭയിൽ അറിയാതെ രാഷ്ട്രമാകുമ്പോൾ ഇതൊക്കെ സൃഷ്ടിച്ചതെന്ന് ചിന്തിക്കാൻ ഞങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ അവസരങ്ങൾ ആദരവോട് കൂടിയ ഭയവും അത്ഭുതവും തോന്നിയിരുന്നു. എന്നാൽ അവ ക്ഷണികവും പെട്ടെന്ന് മാഞ്ഞു പോകുകയാണ്. അപ്പൊ നമ്മള് ആകാശം കാണുന്നു, നക്ഷത്രങ്ങളെ കാണുന്നു, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോ സൂര്യൻ ഉദിച്ചു വരുന്നതും വൈകുന്നേരം ചന്ദ്രനെ കാണുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴും ഹൂ ദെൻ മെയ്ഡ് ഓൾ ദിസ്, ഇതെല്ലാം ആര് സൃഷ്ടിച്ചെന്ന് നമുക്ക് മനസ്സിൽ തോന്നും. ദർ വാസ് എ ഫീലിംഗ് ഓഫ് ഹേവ് ആൻഡ് വണ്ടർ ബട്ട് ഇറ്റ് വാസ് ഫ്ലിറ്റിംഗ് ആൻഡ് സൂൺ ലൂസ്. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴെങ്കിലും അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് കടന്നു പോകുന്നു. അപ്പോ അടുത്ത് വായിക്കാം. അതെ, നാസ്തിക പ്രകൃതക്കാരായ ഞങ്ങൾക്കെല്ലാം തന്നെ ഇതുപോലെ വിചാരങ്ങളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കത് നിങ്ങളുടെ ആവർത്തിച്ചുള്ള അറിവിനായി വിവരിക്കാം. മുൻവിധികൾ മാറ്റി എപ്പോൾ ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിയെ വിശ്വസിക്കാനുള്ള ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചുവോ അപ്പോൾ മുതൽ ഞങ്ങളിലാർക്കും തന്നെ പൂർണ്ണമായും ദൈവമെന്ന ആ ശക്തിയെ നിർവചിക്കാനോ ഗ്രഹിക്കാനോ കഴിഞ്ഞില്ലെങ്കിലും ഫലം കിട്ടാൻ തുടങ്ങി. മറ്റുള്ളവരുടെ അതായത് ഓക്കെ, അതെ, നാസ്തിക പ്രകൃതി ഞങ്ങളെല്ലാം തന്നെ ഇതുപോലെ വിചാരങ്ങളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്.
എത്തിയസ്റ്റ് ആണെങ്കിൽ പോലും ഇത്തരം വിചാരങ്ങൾ അനുഭവങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ളവരുണ്ടാകാം. ഞങ്ങൾ അത് നിങ്ങളുടെ ആവർത്തിച്ചുള്ള അറിവിനായി വിവരിക്കാം. മുൻവിധികൾ മാറ്റി ഇപ്പോൾ ഞങ്ങളെക്കാൾ വലിയ ശക്തി വിശ്വസിക്കുന്ന ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചു. അപ്പോൾ മുതൽ ഞങ്ങൾ അടക്കം തന്നെ പൂർണ്ണമായും ദൈവം എന്ന ശക്തിയെ നിർവചിക്കാനോ ഗ്രഹിക്കാനോ കഴിഞ്ഞില്ലെങ്കിലും ഫലം കിട്ടാൻ തുടങ്ങി. അപ്പൊ സ്റ്റെപ്പ് 2 ഒരു പ്രോമിസസ് ആയിട്ടാണ് ഇത് പറയുന്നത്. അതായത് അനേകം വാഗ്ദാനങ്ങൾ നമ്മുടെ ബുക്കിൽ പറയുന്നു. 12 വാഗ്ദാനങ്ങൾ, പ്രത്യേകിച്ച് 9ാം പടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 82ാമത്തെ പേജിൽ പറയുന്ന 12 വാഗ്ദാനങ്ങൾ, 9ാം പടിയിലെ 12 വാഗ്ദാനങ്ങൾക്ക് ഉപരിയായി പല പ്രോമിസസുകളും ഇവിടെ തരുന്നുണ്ട്. ആ ഒരു പ്രോമിസ് ആണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. അതായത് നമുക്ക് ഫലം കിട്ടാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ആ ശക്തിയെ നിർവചിക്കാനോ ഗ്രഹിക്കാനോ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ഒരു ചെറിയ മൈൻഡ്, ഒരു ചെറിയ നമുക്ക് അതിനോടുള്ള ഒരു എതിരഭിപ്രായമോ മുന്നഭിപ്രായങ്ങളോ മനസ്സിലാക്കി, അല്ലെങ്കിൽ ലേ അസൈഡ് പ്രെജുഡീസ് എന്ന് പറയും. അതായത് മുൻവിധിയോടുകൂടിയുള്ള നമ്മുടെ ചില ആശയങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഒരു സൗമനസ്യം അല്ലെങ്കിൽ ഒരു സമ്മതമൊക്കെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് ഫലം കിട്ടാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പം 3 കാര്യങ്ങളാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ലേ അസൈഡ് പ്രെജുഡൈസ്, അതായത് ഒരു മുൻവിധി നമ്മൾ മാറ്റി വെക്കുക. 2, വില്ലിങ്നെസ്, അതായത് ഒരു സൗമനസ്യം നമ്മൾ കാണിക്കുക. പിന്നെ 3ാമത്തെ നോളജ്, അതായത് ഇതിനെ പറ്റിയുള്ള കുറെ അനുഭവങ്ങളും വിജ്ഞാനങ്ങളും കൃത്യമായ അറിവും പൂർണ്ണ ജ്ഞാനങ്ങളും ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. അത് പ്രത്യേകിച്ച് നമ്മൾ സ്റ്റെപ്പ് 3 മുതൽ 12 വരെയുള്ള നമ്മുടെ പടികളിലൂടെ ചെയ്യാൻ തയ്യാറാവുമ്പോൾ നമുക്കിത് കിട്ടും. പിന്നെ 3ാമതായിട്ട് സീക്ക് ഹിം എന്നാണ്. അതായത് അവനെ പറ്റി അറിയുക. എന്താണ്, അല്ലെങ്കിൽ പവർ ഗ്രേറ്റർ ദാൻ ഔർ സെൽഫിനെ പറ്റി നമുക്കൊരു ബോധ്യം വരുമ്പോൾ 3 മുതൽ 11 വരെയുള്ള പടികൾ വരുമ്പോൾ നമുക്കത് കിട്ടുമെന്നുള്ളതാണ്. അപ്പോ അടുത്ത് വായിക്കാവോ? മറ്റുള്ളവരുടെ ധാരണയിലുള്ള ദൈവത്തെ ഞങ്ങൾ പരിഗണിക്കേണ്ട കാര്യമില്ലെന്ന് ഞങ്ങൾ കണ്ടെത്തിയത് വളരെ ആശ്വാസം നൽകി. ഞങ്ങളുടെ തന്നെ ധാരണ അത്ര തന്നെ അപര്യാപ്തമാണെങ്കിൽ കൂടിയും ദൈവത്തെ സമീപിക്കുന്നതിനും ആ ശക്തിയുമായി സമ്പർക്കം പുലർത്തുന്നതിനും മതിയാകുമായിരുന്നു. സൃഷ്ട്യുന്മുഖമായ ഒരു സത്തയുടെ അഥവാ സമഗ്രമായി എല്ലാ വസ്തുക്കളുടെയും നിദാനമായ ഒരു പ്രപഞ്ചശക്തിയുടെ നിലനിൽപ്പ് അംഗീകരിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഒരു പുതിയ ഉണർവ് ഉൾക്കൊള്ളുന്നവരും കൂടുതൽ ലക്ഷ്യബോധമുള്ളവരുമായി മാറി. ഇതിന് മറ്റു ചില ലളിതമായ നടപടികൾ മാത്രമേ എടുക്കേണ്ടിയിരുന്നുള്ളൂ. തന്നെ തേടുന്നവനോട് ദൈവം അതികഠിനമായ വ്യവസ്ഥകളൊന്നും ആവശ്യപ്പെടുന്നില്ലെന്ന് ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് ആത്മീയതലം, എന്നാൽ വിസ്തൃതവും എല്ലാം ഉൾക്കൊള്ളുന്നതും ഒരിക്കലും ഒന്നിനെയും പുറന്തള്ളാത്തതും ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന ആരെയും തടയാനാകാത്തതുമായ ഒന്നാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടി തുറന്നു കിടക്കുന്ന ഒന്നാണ് അതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെപ്പറ്റി ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ തന്നെ ധാരണയിലുള്ള ദൈവത്തെയാണ്. ആത്മീയമായി ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ കാണുന്ന എല്ലാ ആശയങ്ങൾക്കും ഇക്കാര്യം ബാധകമാണ്. ആത്മീയ കാര്യങ്ങൾക്കെതിരെയുള്ള മുൻവിധികളൊന്നും തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് സ്വയം ചോദിക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കരുത്. തുടക്കത്തിൽ ഇത് മാത്രമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി വന്നത്. ഞങ്ങളുടെ ആത്മീയ വളർച്ച ആരംഭിക്കുന്നതിനും ഞങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവവുമായുള്ള ബോധപൂർവമായ ബന്ധം പൂർണ്ണമായി പ്രാവർത്തികമാക്കുന്നതിനും തുടക്കത്തിൽ ഇത് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അതീതമെന്ന് കരുതിയിരുന്ന പലതും ഞങ്ങൾ സ്വയം സ്വീകരിച്ചു തുടങ്ങിയതായി കണ്ടു. അത് വളർച്ചയായിരുന്നു. വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ എവിടെ നിന്നെങ്കിലും തുടങ്ങണമായിരുന്നു. അതുകൊണ്ട് എത്ര തന്നെ പരിമിതമായിരുന്നുവെങ്കിലും ഞങ്ങളുടെ സ്വന്തം ധാരണ ഉപയോഗപ്പെടുത്തി. ഓക്കെ, അപ്പോ ആ പാരഗ്രാഫിൽ പറയുന്നതെന്ന് വെച്ചാല് നമ്മുടെ തന്നെ വി ഡിഡ് നോട്ട് നീഡ് ടു കൺസിഡർ അനദേഴ്സ് കൺസെപ്ഷൻ ഓഫ് ഗോഡ്. മറ്റുള്ളവരുടെ ദൈവവിശ്വാസത്തെയോ അന്ന് നമ്മൾ പറയാം. ഗോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ റിലീജിയസ് ആയിട്ടുള്ള ഗോഡിനേക്കാൾ ഉപരിയായിട്ട് ചിലരൊക്കെ ഗുഡ് ഓർഡർലി ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മോറൽ സൈക്കോളജി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫ് നയിക്കുന്നവരുണ്ട്. ഇവരെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട്, നമ്മൾ ഒന്നിനും പുറന്തള്ളുന്നില്ല, എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഈ ഗോഡ് എന്നുള്ളൊരു സങ്കല്പം ഉപയോഗിക്കുക. അപ്പൊ
റിലീജിയസ് ആയിട്ടുള്ള ഒരാൾ വിശ്വസിക്കുന്നെങ്കിൽ ഗോഡിനെ അതായിട്ട് തന്നെ സങ്കല്പിക്കാം. അപ്പൊ ഇവിടെ ഒരു പ്രധാന ഗുണം എന്ന് വെച്ചാല് മറ്റൊരാൾ പറഞ്ഞു തരുന്ന ഗോഡിനെ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. നമുക്കുടെ അറിവിനനുസരിച്ചിട്ടുള്ള, അനുഭവത്തിനനുസരിച്ചിട്ടുള്ള, ജ്ഞാനത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഹയർ പവറിനെ നമുക്ക് തെരഞ്ഞെടുക്കാം. പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽവ്സ് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പറയാണ്, മറ്റുള്ളവരുടെ ദാനമുള്ള ദൈവത്തെ ഞങ്ങൾ പരിഗണിക്കേണ്ട കാര്യമില്ലെന്ന് ഞങ്ങൾ കണ്ടെത്തിയത് വളരെ ആശ്വാസമാണ്. ബിൽ ഡബ്ല്യുവിനും അങ്ങനെയാണ് ആശ്വാസം കിട്ടിയത്. എബി താജർ വന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു ദൈവത്തെ തെരഞ്ഞെടുത്തുകൂടാ എന്ന കിച്ചൺ ടേബിളിൽ വെച്ച് ചോദിച്ച ചോദ്യമാണ് അദ്ദേഹത്തിന് ഒരു പവർ കിട്ടാനായിട്ട് സഹായിച്ചത്. ഞങ്ങളുടെ തന്നെ ധാരണ അത് അത്ര തന്നെ അപര്യാപ്തമാണെങ്കിൽ കൂടിയും. അപ്പൊ ലിമിറ്റഡ് സോഴ്സ്, അതായത് നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ധാരണയായിരിക്കും, ചെറിയ ധാരണയായിരിക്കും, വളരെ ചെറിയൊരു ഡോറായിരിക്കും തുറന്നിട്ടുണ്ടാവുള്ളൂ. അത് മതി എന്നാണ് പറയുന്നത്. എത്ര തന്നെ അപര്യാപ്തമാണെങ്കിൽ കൂടിയും ദൈവത്തെ സമീപിക്കുന്നതിനും ആ ശക്തിയുമായി സമ്പർക്കം പുലർത്തുന്നതിനും മതിയാമായിരുന്നു. അപ്പൊ എനിക്ക് 100% നമ്മൾ എപ്പോഴും പറയണം, ഒന്നാമത്തെ പടി കഴിഞ്ഞിട്ടുള്ള എല്ലാ പടികളും 100% ചെയ്യാൻ പറ്റാത്ത പടിയാണ്. അപ്പോ ഇവിടെ നമ്മൾ ചിലപ്പോൾ ചെറുതായിട്ടായിരിക്കും ഒരു ദൈവവിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ധാർമ്മികമായിട്ടുള്ള ജീവിതം നയിക്കണം എന്നുള്ള, ഞാൻ ആദ്യം പറഞ്ഞ പോലെ മനസാക്ഷി അനുസരിച്ച് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പിനെ ഒരു ദൈവമായിട്ട്, അല്ലെങ്കിൽ ദൈവം എന്ന് ഉദ്ദേശിച്ചത് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള വിസ്റ്റമുള്ള ഈ ഗ്രൂപ്പിനെ ചിലര് ഇതായിട്ട് സ്വീകരിക്കുക, ഹയർ പവർ ആയിട്ട് സ്വീകരിക്കാറുണ്ട്. അത് ചെറുതായിട്ടൊക്കെ ആയിരിക്കും തുടങ്ങിയിട്ടുള്ളൂ, പക്ഷെ അത് മതി എന്നാണ് പറഞ്ഞത്. അതായത് സൃഷ്ടോന്മുഖമായ ഒരു സത്തയുടെ അഥവാ സമഗ്രമായ എല്ലാ വസ്തുക്കളെയും നിദാനമായ ഒരു പ്രപഞ്ച ശക്തിയുടെ നിലനിൽപ്പ് അംഗീകരിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഒരു പുതിയ ഉണർവ് ഉൾക്കൊള്ളുന്നവരും കൂടുതൽ ലക്ഷ്യബോധമുള്ളവരുമായി. അവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞു ഉണർവ, നമ്മൾ സ്ലീപ്പായിരുന്നു അല്ലെ, സ്ലീപ്പായിരുന്നു. അപ്പൊ സ്പിരിച്വലി അവേക്കണിങ് എന്ന് പറഞ്ഞാൽ ഉറക്കം നടിക്കുന്ന, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നവിടുന്ന് എവേക്ക് ഉണരുക എന്നാണ്. സ്പിരിച്വലി അവേക്കണിങ് എന്ന് പറഞ്ഞാല് ഉറക്കത്തിൽ നിന്ന് ഉണരുക എന്നാണ്, ഉണരുക. അപ്പൊ സ്പിരിച്വലി സ്ലീപ്പായിരുന്നു. അപ്പൊ എല്ലാം ഇപ്പൊ നമുക്ക് അവസാനം കുറച്ച് കഴിയുമ്പോഴത്തേക്കും 2-3 പേജ് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ തന്നെ ഇത്തരം കാര്യങ്ങളുണ്ട്, അതിനെ ഒന്ന് പൊടി തട്ടിയെടുക്കേണ്ട കാര്യമേ നമുക്കുള്ളൂ. അപ്പൊ ഇതിന് മറ്റു ചില ലളിതമായ നടപടികൾ മാത്രമേ എടുക്കേണ്ടത്. അപ്പൊ എന്താണ് ലളിതമായ പരിപാടി? നമുക്കറിയാം, സ്റ്റെപ്പ് 3 to സ്റ്റെപ്പ് 12 ഈ പറയുന്ന മറ്റു പടികളെല്ലാം എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇത് കൂടുതൽ 100% ഉള്ള ഒരു ഇതിലേക്ക് നമുക്ക് വരാൻ തന്നെ തേടുന്നവരോട് ദൈവം അതികഠിനമായ വ്യവസ്ഥകളൊന്നും ആവശ്യപ്പെടുന്നില്ലെന്ന് കണ്ടു. അതായത് നമുക്കൊരു ഹയർ പവറിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്ന ഒരാൾക്ക് അതികഠിനമായ വ്യവസ്ഥകളൊന്നുമില്ല. നിങ്ങൾക്ക് ആത്മീയതലം എന്നാൽ വിസ്തൃതവും എല്ലാം ഉൾക്കൊള്ളുന്നതും ഒരിക്കലും ഒന്നിനെയും പുറന്തള്ളാത്തതും ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന ആരെയും തടയാത്തതുമായ ഒന്നാണ്. ഇവിടെയാണ് നമ്മൾ ചില ബാരിയേഴ്സ് വെക്കരുതെന്ന് പറയുന്നതിൽ കാരണം. ഇവിടെ നമുക്ക് റിലീജിയസ് പീപ്പിൾ ഉണ്ട്, എത്തിയസ്റ്റുകളുണ്ട്, അഗ്നോസ്റ്റിക്സുകളുണ്ട്, മറ്റ് പല കാര്യങ്ങളുള്ളവരുണ്ട്. പക്ഷെ അവരെ ഒന്നും നമ്മൾ തടയുന്നില്ല, ഒന്നിനെ പുറന്തള്ളുന്നില്ല. ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന ആരെയും തടയാത്തതാണത്. എല്ലാ മനുഷ്യർക്കും വേണ്ടി തുറന്നെടുക്കുന്ന ഒന്നാണ് അതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ പറ്റി ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ തന്നെ ധാരണയിലുള്ള ദൈവത്തെയാണ്. അപ്പൊ ഞാനിവിടെ അങ്ങനെ 350 തവണ ദൈവത്തെ പറ്റി ബിഗ് ബുക്കിലും 12-12 പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ദൈവത്തെ പറ്റി അവിടെ എന്തെങ്കിലും സംസാരിക്കുമ്പോ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് എന്റെ തന്നെ ധാരണയിലുള്ള ദൈവം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ മൈ ഓൺ കൺസെപ്റ്റ്, എന്റെ സങ്കല്പം, എന്റെ ധാരണ, എന്റെ ചിന്ത, എന്റെ ഭാവന എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആത്മീയമായി ഗ്രന്ഥത്തിൽ നിങ്ങൾ കാണുന്ന എല്ലാ ആശയങ്ങൾക്കും ഈ കാര്യം ബാധകമാണ്. ഇവിടെ എന്തൊക്കെ ഈ പുസ്തകം വായിക്കുന്ന, കവർ ടു കവർ വായിക്കുന്ന എവിടെയെങ്കിലും ദൈവം നിങ്ങൾ കണ്ടാൽ, എവിടെയെങ്കിലും പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽവ്സ് എന്ന് കണ്ടാൽ, എവിടെയെങ്കിലും പവർ എന്ന് കണ്ടാൽ, അതിനല്ല എവിടെയെങ്കിലും സ്പിരിച്വാലിറ്റി എന്ന് കണ്ടാൽ, അതെല്ലാം അർത്ഥമാക്കുന്നത് നമ്മുടെ തന്നെ ധാരണയിലുള്ള കാര്യങ്ങളാണ്. അപ്പം തുടക്കത്തിൽ ആത്മീയ കാര്യങ്ങൾക്കെതിരെയുള്ള മുൻവിധികളൊന്നും തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് സ്വയം ചോദിക്കുന്നത് നിങ്ങൾ ബന്ധിട്ടിപ്പോ. അതായത് ഞാൻ ആദ്യം പറഞ്ഞു, ഒരു മുൻവിധിയോടെയോ ഒരു ലേസേർഡ് പ്രെജുഡൈസ് എന്നാണ്, മുൻവിധിയുടെ അല്ലെങ്കിൽ ഒരു എതിരഭിപ്രായം നമ്മൾ സ്വരൂപിച്ചു വെക്കുക. അതെന്തുകൊണ്ടാണെന്ന് സ്വയം ചോദിക്കുന്നത് ഞങ്ങളെ പിന്തിരിപ്പിക്കുക. തുടക്കത്തിൽ ഇത് മാത്രമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങളുടെ ആത്മീയ വളർച്ച ആരംഭിക്കുന്നതിനും ഞങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവമായുള്ള ബന്ധം പൂർണ്ണമായും പ്രാവർത്തികമാക്കുന്ന തുടക്കത്തിൽ ഇത് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വെച്ചിട്ട് നമ്മുടെ സ്പിരിച്വൽ ലൈഫ് വളരുകയാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ദൈവമായിട്ട് അല്ലെങ്കിൽ ഹയർ പവർ ആയിട്ടുള്ള ഒരു ബോധപൂർവമായ ബന്ധം
ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനുശേഷം അതീതം എന്ന് കരുതുന്ന പലതും ഞങ്ങൾ സ്വയം സ്വീകരിച്ചു തുടങ്ങിയതായി കണ്ടു. അത് വളർച്ചയായിരുന്നു. വളരാൻ ആഗ്രഹിക്കുന്നതിൽ ഞങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും തുടങ്ങണമായിരുന്നു. അതുകൊണ്ട് എത്ര തന്നെ പരിമിതമായിരുന്നുവെങ്കിലും ഞങ്ങളുടെ സ്വന്തം ധാരണയെ ഉപയോഗപ്പെടുത്തി. ലിമിറ്റഡ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആശയങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ചെറിയൊരു അറിവ് നമുക്കുണ്ടായിരുന്നത്. പലപ്പോഴും ഈ വലിയ ദൈവസങ്കല്പങ്ങളിലേക്കൊന്നും നമുക്ക് പോകേണ്ടി വന്നിട്ടില്ല എങ്കിൽ പോലും അത് മതി എന്നുള്ളതാണ് ഇവിടുത്തെ ഈ പാരഗ്രാഫിൽ മൊത്തത്തിൽ നമ്മളോട് പറയുന്നത്. അവർ ഓൺ കൺസെപ്ഷൻ ഓഫ് ഗോഡ്. അപ്പം ഇങ്ങനെ പിന്നെ അവിടെ പറയുന്ന രണ്ടു മൂന്ന് വാക്കുണ്ട്. സ്പിരിറ്റ് ഓഫ് ബ്രോഡ്, വ്യാപകമായ വിശാലമായ മഹാമനസ്കതയുള്ള, അതായത് ദൈവത്തിന്റെ കാര്യം പറയുമ്പോൾ അവര് ലാസ്റ്റ് കാര്യങ്ങളുണ്ട്. തുടക്കത്തിൽ ഞങ്ങളുടെ ആത്മീയ വളർച്ച ആരംഭിക്കുന്നതിന് ഞങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവ ബന്ധം പൂർണ്ണമായി പ്രാവർത്തികമാക്കുന്നതിനും തുടക്കത്തിൽ ഇത് മാത്രമേ ആവശ്യമുള്ളൂ. അതിനുശേഷം അതീതം എന്ന് കരുതുന്ന പലതും ഞങ്ങൾ സ്വയം സ്വീകരിച്ചു തുടങ്ങിയതായി കണ്ടു. അത് വളർച്ചയായിരുന്നു. അതായത് വിശാലമായിട്ടുള്ള, ഞാൻ ഇംഗ്ലീഷ് ബുക്കിൽ അത് പറഞ്ഞേക്കുന്നത്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ക്രിയേറ്റീവ് ഇന്റലിജൻസ് എന്നോ സ്പിരിച്വൽ ഓഫ് ദ യൂണിവേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് ഈ സങ്കല്പം വരാം. അപ്പൊ അത് നിങ്ങളെ ഒരു ദൈവസങ്കല്പത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഹയർ പവറിലേക്ക് നയിക്കും. അതിന് ചില സിമ്പിൾ സ്റ്റെപ്പ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഒന്ന്, നമ്മൾ അവനെ സീക്ക് ഹിം എന്നാണ്. അതായത് നമ്മൾ അവനെ കണ്ടെത്തണം. വി ഫൗണ്ട് ദാറ്റ് ഗോഡ് ഡസ് നോട്ട് മേക്ക് ടു ഹാർഡ് ടൈംസ് വിത്ത് ദോസ് ഹൂ സീക്ക് ഹിം. അവനെ കണ്ടെത്തുന്നവർക്കോട് വലിയ കഠിനമായിട്ടുള്ള ഒരു നടപടികളൊന്നും സ്വീകരിക്കില്ല. എന്തുകൊണ്ടാണ്? ടു us the realm of spirit is broad, roomy, all inclusive, never exclusive or forbidding of those who earnestly seek. It is open, we believe, to all men. അതായത് നമ്മൾ ദൈവത്തെ സമീപിക്കുമ്പോൾ ഈ സ്പിരിറ്റ് ഓഫ് ബ്രോഡ് എന്ന് വെച്ചാൽ വ്യാപകമായിട്ടുള്ളൊരു സ്പിരിച്വാലിറ്റിയെ പറ്റിയാണ്, വിശാലമായ ഒരു സ്പിരിച്വാലിറ്റിയെ പറ്റിയാണ്, മഹാമനസ്കതയുള്ള ഒരു സ്പിരിച്വാലിറ്റിയെ പറ്റിയാണ്. റൂമി എന്ന് പറയുമ്പോൾ ധാരാളം സ്ഥലമുണ്ട് ആ റൂമിന്. ചെറിയ ഒരു റൂമല്ല അത്. അല്ലെങ്കിൽ നമ്മൾ ക്രൂക്കഡല്ല, ഇടുങ്ങിയതല്ല. ഈ സങ്കല്പം എന്ന് പറയുന്നത് വലിയ ധാരാളം സ്ഥലമുള്ളതും വിശാലമായിട്ടുള്ളതാണ്. ഓൾ ഇൻക്ലൂസീവ് ആണ്, ഒന്നിനെയും എല്ലാം ഉൾപ്പെടുന്നതാണ്. നെവർ എക്സ്ക്ലൂസീവ്, ഒരു കാര്യവും നമ്മൾ ഉൾപ്പെടാത്താൻ കഴിയാത്ത ഒന്നും ഉണ്ടില്ല, അല്ലെങ്കിൽ നിഷേധിക്കുന്ന ഒരു കാര്യം അവിടെ ഇല്ല. ഫോർബിഡിങ്, അല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കുന്ന, എതിർക്കുന്ന, നിഷേധിക്കുന്ന ഒരു കാര്യങ്ങളില്ല. ഇറ്റ് ഈസ് ഓപ്പൺ, അതായത് തുറന്ന വിശാലമായ ഒരു ലോകത്തേക്കാണ് നമ്മളെ ഇതെത്തിക്കുന്നത് എന്നാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് എത്ര തന്നെ പരിമിതമായിരുന്നെങ്കിലും ഞങ്ങളുടെ സ്വന്തം ധാരണ ഉപയോഗപ്പെടുത്തി. അടുത്ത് വായിക്കാവോ? ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നേക്കാളും മഹത്തായ ആ ഒരു ശക്തിയിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അഥവാ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? താൻ ദൃഢമായി വിശ്വസിക്കുന്നുണ്ട് അഥവാ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഒരാൾ പറയാൻ കഴിയുമ്പോൾ അയാൾ ശരിയായ പാതയിലാണ് എന്ന ശക്തമായ ഉറപ്പ് ഞങ്ങൾ അയാൾക്ക് നൽകുന്നു. ഞങ്ങളുടെ അനുഭവത്തിൽ ആവർത്തിച്ച് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ലളിതമായ മൂലക്കല്ലിൽ നിന്ന് ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിയുള്ള വിശ്വാസത്തിൽ നിന്ന് അത്ഭുതകരമായ തോതിൽ ശക്തിയുള്ള ഒരു ആത്മീയ ഘടന നിർമ്മിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മളോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കുന്നതാണ്. എന്താണ് ആ ചോദ്യം? എന്നെക്കാളും മഹത്തായ ശക്തിയിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അഥവാ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നുണ്ട് അഥവാ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരാൾക്ക് പറയാൻ കഴിയുമ്പോൾ അയാൾ ശരിയായ പാതയിലാണെന്ന ശക്തമായ ഉറപ്പ് ഞങ്ങൾ അയാൾക്ക് നൽകുന്നു. ഇവിടെയാണ് സ്റ്റെപ്പ് 2. നമ്മൾ ഇത് വിശ്വസിക്കുന്നു, നമ്മൾ എസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റെപ്പ് 2 കഴിഞ്ഞു. ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ ഞാനൊരാൾക്ക് 30-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, എൻ്റെ വല്ലപ്പോഴും എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വെച്ച് കുടിക്കാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കുടിക്കാം, ഏതെങ്കിലും സമയത്ത് കുടിക്കാം എന്നുള്ള ധാരണയെ നമ്മൾ തകർത്തെറിയുന്നുണ്ട് എന്ന് പറയുന്നതിന് ശേഷം ഈ പാരഗ്രാഫിന്റെ അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ ആദ്യ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് പൂർണ്ണമായി സാധിക്കാതെ വരുമ്പോൾ കുടിക്കുന്ന അളവിന്റെ കാര്യത്തിൽ ഒട്ടും നിയന്ത്രണമില്ലാതിരിക്കുമ്പോൾ നിങ്ങൾ മിക്കവാറും ഒരു അമിത മദ്യപാന രോഗിയാണ്. അന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 1-ാം പടി കഴിഞ്ഞു. ഇവിടെ 2-ാം പടി കഴിയുകയാണ്. 2-ാം പടി എവിടെയാണ്? താൻ ദൃഢമായി വിശ്വസിക്കുന്നുണ്ട് അഥവാ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരാൾക്ക് പറയാൻ കഴിയുമ്പോൾ ഈ ശക്തമായ ഉറപ്പ് ഞങ്ങൾ തരുന്നു, അയാൾ ശരിയായ പാതയിലാണ്. ഇവിടെയാണ് 2-ാം പടി നമ്മൾ ചെയ്യുന്നത്.
ഞങ്ങളുടെ അനുഭവത്തിൽ ആവർത്തിച്ച് തെളിയിക്കപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ലളിതമായ മൂലക്കളിൽ നിന്ന് ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിയുള്ള വിശ്വാസത്തിൽ നിന്ന് അത്ഭുതകരമായ തോതിലുള്ള ഒരു ആത്മീയ ഘടന നിർമ്മിച്ചെടുക്കാം. പ്രോമിസ് സ്റ്റെപ്പ് 2ന്റെ അടുത്ത പ്രോമിസ് ആണ്. നമുക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അത് പറയുന്നത്, അല്ലെ? നമ്മളെ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് നമ്മൾ ഇതിനെ പറ്റി കൂടുതൽ പറഞ്ഞാണ്. സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്താണ്? ചേഞ്ച്, മാറ്റം. 10 കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. മാറ്റം, നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ഉണ്ടാവണം. അപ്പൻഡിക്സ് വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു 12 പ്രാവശ്യം ആ ചേഞ്ചിനെ പറ്റി ആ ബുക്കിൽ പറയുന്നുണ്ട്. പേഴ്സണാലിറ്റി ചേഞ്ച് വേണം, നമ്മുടെ ചിന്തകളെ ചേഞ്ച് ചെയ്യണം, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ആം, ആ, അതൊന്ന് ഓർത്തിരിക്കണമെന്നുള്ള. അപ്പൊ സ്റ്റെപ്പ് 2ന്റെ ഒരു പ്രോമിസ് കൂടിയാണ്. അത്ഭുതകരമായ തോതിൽ ശക്തിയുടെ ഒരു ആത്മീയ ഘടന നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ്. അടുത്ത് വായിക്കാവോ? ഞങ്ങൾക്ക് അത് വലിയൊരു വാർത്തയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഉൾക്കൊള്ളുവാൻ പ്രയാസമുള്ളതായി കാണപ്പെട്ട പല വിശ്വാസങ്ങളെയും സ്വീകരിക്കാതെ ആത്മീയ തത്വങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. ആത്മീയമായ സമീപനത്തെപ്പറ്റി പലരും ഞങ്ങളോട് പറഞ്ഞപ്പോൾ എത്രയോ വട്ടം ഞങ്ങൾ സ്വയം പറഞ്ഞിരുന്നു, ആ മനുഷ്യനെ പോലെ അയാൾക്കുണ്ടായിരുന്നതെല്ലാം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും. അയാൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിലും അത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. മറ്റൊരാൾക്ക് വളരെ ലളിതമായി തോന്നുന്ന വിശ്വാസ പ്രമാണങ്ങളെ ദൃഢസത്യങ്ങളായി സ്വീകരിക്കുവാൻ പക്ഷേ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് വളരെ ലളിതമായ തലത്തിൽ നിന്ന് തുടങ്ങുവാൻ കഴിഞ്ഞു എന്ന അറിവ് വളരെ ആശ്വാസപ്രദമായിരുന്നു. ഓക്കെ, അപ്പം അതായത് അതൊരു വലിയ വാർത്തയായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലിമിറ്റഡ് ഓപ്ഷൻ, അതായത് ചെറിയൊരു തുടക്കം നമുക്ക് മതി എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ആശ്വാസപ്രദമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഉൾക്കൊള്ളുവാൻ പ്രയാസമുള്ളതായി കാണപ്പെട്ട പല വിശ്വാസങ്ങളെയും സ്വീകരിക്കാതെ ആത്മീയ തത്വങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾ കരുതിയത്. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഉൾക്കൊള്ളുവാൻ പ്രയാസമുള്ള കാണപ്പെട്ട പല വിശ്വാസങ്ങളെയും സ്വീകരിക്കാതെ, എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? ചില മതവിശ്വാസങ്ങൾ, ചില നമ്മൾക്ക് ചിലർക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല, ചിലർക്ക് സ്വീകരിക്കാൻ സാധിക്കും. കാരണം നമ്മൾ ജനറ്റിക്കലി ഡിഫറെന്റ് ആണ്, ആറ്റിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്, ബ്രെയിൻ ഡിഫറെന്റ് ആണ്, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ചില ആത്മീയ തത്വങ്ങൾ പ്രചരിപ്പിക്കാൻ സാധിക്കില്ല, ഈ വിശ്വാസങ്ങൾ സ്വീകരിക്കാൻ എന്നാണ് കരുതിയത്. ആത്മീയമായ സമീപനത്തെ പറ്റി പലരോടും ഞങ്ങളോട് പറഞ്ഞപ്പോൾ എത്രയോ വട്ടം ഞങ്ങൾ സ്വയം പറഞ്ഞിരുന്നു, ആ മനുഷ്യനെ പോലെ അയാൾക്കുണ്ടായിരുന്നതിൽ എനിക്കും ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കും. അയാൾ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ എന്റെ കാര്യത്തിൽ നടക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. മറ്റൊരാൾക്ക് ലളിതമായി തോന്നുന്ന വിശ്വാസ പ്രമാണങ്ങളെ ദൃഢ സത്യങ്ങളായി സ്വീകരിക്കാൻ പക്ഷെ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് വളരെ ലളിതമായ തലത്തിൽ തുടങ്ങുവാൻ എനിക്ക് കഴിഞ്ഞു എന്ന അറിവ് വളരെ ആശ്വാസപ്രദമായിരുന്നു. അപ്പൊ ഇവിടെ മറ്റു ആളുകള് ഇപ്പൊ 100% വിശ്വസിക്കുന്ന പോലെ ഒരുപക്ഷെ നമ്മൾക്ക് പലപ്പോഴും തോന്നുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നു അതും കുഴപ്പമില്ല, ചെറിയൊരു വിശ്വാസം മതി, അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം, ലിമിറ്റഡ് ആയിട്ടുള്ള ഇത് മതി എന്നുള്ള രീതിയിലാണ് അവിടെ അതിനെ പറയുന്നത്. അപ്പൊ നമ്മുടെ തന്നെ ധാരണയിലുള്ള ദൈവത്തെ അത് നമുക്ക് എങ്ങനെ വേണേലും നമുക്ക് ധരിക്കാം. അതിന് നമുക്ക് നമ്മുടെ സ്പോൺസർമാര് പലപ്പോഴും സഹായിക്കാറുണ്ട്. അതാണ്, അതായത് സ്വയം കരുതുന്ന, നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒരു ഇത്. അപ്പൊ നമുക്ക് ഒന്നും ബ്ലോക്ക് ചെയ്യരുത്. അതായത് നമ്മുടെ ഒരു എന്തെങ്കിലും നിർബന്ധ ബുദ്ധിയോ ഒരു പിടിവാശിയോ എല്ലാം എനിക്കറിയാവുന്ന ഒരു ഉയർന്ന അവബോധമോ അതൊന്നും നമുക്ക് ഉണ്ടാവാത്ത രീതിയിൽ വന്നാൽ മാത്രമേ നമുക്ക് സ്റ്റെപ്പ് 1 നമ്മൾ നമ്മുടെ ശക്തി ഹീനത സമ്മതിച്ചുകൊണ്ട് സ്റ്റെപ്പ് 2 നമുക്ക് കയറാൻ സാധിക്കുള്ളൂ. അടുത്ത് വായിക്കാവോ? പ്രകടമായും വിശ്വാസങ്ങളെ സ്വീകരിക്കുന്നതിനുള്ള വിമുഖതയ്ക്ക് പുറമെ ഞങ്ങൾ മർക്കടമുഷ്ടി, ക്ഷിപ്രവികാര വിക്ഷുബ്ധത, യുക്തിരഹിതമായ മുൻവിധികൾ എന്നീ തടസ്സങ്ങൾ കൂടി ഉള്ളവരാണെന്ന് കണ്ടു. ഞങ്ങളിൽ പലരും വികാരജീവികളായിരുന്നു. അതുകൊണ്ട് തന്നെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള നിസ്സാരമായ ഒരു പരാമർശം പോലും ഞങ്ങളെ വിരോധം കൊണ്ട് തുള്ളിക്കുന്നവരാക്കുമായിരുന്നു. ഈ തരത്തിലുള്ള ചിന്താഗതികൾ ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. ഞങ്ങളിൽ ചിലർ ചേർത്തു നിന്നെങ്കിലും അത്തരം വികാരങ്ങളെ ദൂരീകരിക്കുവാൻ വലുതായി ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. മദ്യപാന തകർച്ചയെ അപ്പൊ പ്രകടമായും വിശ്വാസങ്ങൾ സ്വീകരിക്കുന്ന വിമുഖതയ്ക്ക് പുറമെ ഞങ്ങൾ മർക്കടമുഷ്ടി. എന്താണ് മർക്കടമുഷ്ടി? ഒബ്സ്റ്റിനൻസി, അല്ലെ? പിടിവാശി, നിർബന്ധ ബുദ്ധി.
പിന്നെ പറയുന്നത് സെൻസിറ്റീവ്നെസ്, ഉയർന്ന അവബോധം. പിന്നെ പ്രജുഡിസ്, അൺറീസണബിൾ പ്രജുഡിസ് എന്ന് പറയുന്നത് അയുക്തികരമായ അല്ലെ അവിവേകമായിട്ടുള്ള പല അൺറീസണിങ് പ്രജുഡിസ് എന്നാണ്. പല മുൻധാരണകളും, യുക്തിപരമല്ലാത്ത പല ധാരണകളും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയുള്ളവരാണ് ഞങ്ങളിൽ പലരും വികാര ജീവികളായിരുന്നു. വികാര ജീവികൾ എന്നുള്ള വാക്കിന് ടച്ചി, സോ ടച്ചി ദാറ്റ് ഈവൻ കാഷ്വൽ റെഫറൻസ് ടു സ്പിരിച്വൽ തിങ്സ് മേഡ് us bristle and with antagonism. അതായത് നമ്മൾ ആരെങ്കിലും ചെറിയൊരു കാര്യത്തിൽ ഒരാൾ ദൈവമെന്നോ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതുകൊണ്ട് തന്നെ ആത്മീയ കാര്യങ്ങളെ കുറിച്ചുള്ള നിസ്സാരമായ ഒരു പരാമർശം പോലും ഞങ്ങളെ വിരോധം കൊണ്ട് കലി തുള്ളിക്കുമായിരുന്നു. ഈ തരത്തിലുള്ള ചിന്താഗതികൾ ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. ഞങ്ങളിൽ ചിലർ ചെറുത്തു നിന്നെങ്കിലും ഇത്തരം വികാരങ്ങളെ ദൂരീകരിക്കാൻ വലുതായി ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ പറയാം. അപ്പൊ അതായത് faced with alcoholic distraction, we soon became as open-minded on spiritual matters as we had tried to be on other questions. In this respect, alcohol was a great persuader. It finally beat us into a state of reasonableness. Sometimes that was a 10 days process. We hope no one else will be prejudiced for as long as some of us were. അപ്പൊ അവിടെ പ്രസോഡർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, അതായത് നമ്മളെ പ്രേരിപ്പിക്കുക, അനുനയിപ്പിക്കുന്ന, അല്ലെങ്കിൽ വശീകരിക്കുന്ന രീതിയിൽ, ആകർഷിക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കാൻ നമുക്ക് സാധിച്ചു. കാരണം നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് മതി എന്നുള്ള ആദ്യത്തെ വാക്ക് നമ്മൾ പറയുന്നുണ്ട്. അതായത് സോ ഇറ്റ് വാസ് കംഫർട്ടിങ് ടു ലേൺ ദാറ്റ് വി കുഡ് കമൻസ് അറ്റ് എ സിമ്പിൾ ലെവൽ. ചെറിയൊരു ലളിതമായിട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ മതി എന്നാണ്. അടുത്ത് വായിക്കാം. താൻ തന്നേക്കാൾ വലിയൊരു ശക്തികൾ എന്തിനു വിശ്വസിക്കണമെന്ന് ഇനിയും ഇതിന്റെ വായനക്കാരൻ ചോദിക്കാം. അതിന് തക്കതായ കാരണങ്ങളുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. അവയിൽ ചിലത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് എന്റെ കാരണങ്ങളെ കുറിച്ചാണ്. ഒന്ന് വായിക്കാവോ? ഏതാണ് വായിക്കേണ്ടത്? നമ്മുടെ കാരണങ്ങൾ വായിച്ചാൽ മതിയോ? ഇന്നത്തെ ഒരു പ്രായോഗിക ബുദ്ധിയുള്ള വ്യക്തി, ഇന്നത്തെ ഒരു പ്രായോഗിക ബോധമുള്ള വ്യക്തി വസ്തുതയുടെയും അതിന്റെ ഫലത്തിന്റെയും കാര്യത്തിൽ നിർബന്ധനിഷ്ഠതയുള്ള ആളാണെന്ന് എങ്കിൽ കൂടി എല്ലാ തരത്തിൽപ്പെട്ട തത്വങ്ങളെയും ഈ 20-ാം നൂറ്റാണ്ട് ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. നമുക്കൊരുപാട് തത്വസംഹിതകളുണ്ട്. ഉദാഹരണത്തിന് വൈദ്യുതിയുടെ കാര്യമെടുക്കാം. ഏവരും സംശയത്തിന്റെ ഒരു പിറുപിറുക്കൽ പോലുമില്ലാതെ അതിനെ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പെട്ടെന്നുള്ള അംഗീകാരം? എന്തുകൊണ്ടെന്നാൽ ഒരു ആരംഭഘട്ടമെന്ന നിലയ്ക്ക് യുക്തിപൂർവമായ ഒരു ധാരണയില്ലാതെ നാം കാണുന്നതിനെയും സ്വയം അനുഭവിച്ചറിയുന്നതിനെയും നിയന്ത്രിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെ പറ്റി വിശദീകരിക്കാൻ പ്രയാസമാണ്. പൂർണ്ണമായും കാണാത്തക്ക രീതിയിലുള്ള സാക്ഷ്യപത്രമില്ലാതെ തന്നെ വ്യക്തമായ തെളിവുകളുള്ള ധാരാളം വസ്തുതകളെ ഇക്കാലത്ത് ഓരോരുത്തരും വിശ്വസിക്കാറുണ്ട്. ശാസ്ത്രം തന്നെ കണക്കാക്കത്തര രീതിയിലുള്ള തെളിവ് ദുർബലമായ തെളിവാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നില്ലേ? മനുഷ്യരാശി ഭൗതിക ലോകത്തെ പഠിക്കുമ്പോൾ പുറമേക്ക് കാണുന്നത് പോലെയല്ല ആന്തരിക യാഥാർത്ഥ്യം എന്ന വസ്തുത നിരന്തരമായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി വിശദമാക്കാം. ഓക്കെ. അപ്പൊ നമ്മളിവിടെ പറയുന്നത് ചില എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഹയർ പവറിനെ പറ്റി വിശ്വസിക്കണം, അല്ലെങ്കിൽ the reader may still ask why he should believe in a power greater than himself. We think there are good reasons. Let us look at some of them. അതായത് ഇന്നത്തെ കാലത്ത് ഫാക്ട്സും റിസൾട്ടും അതായത് നമുക്ക് വേണ്ടി വരും. അതായത് വസ്തുതകളും അതിന്റെ ഫലങ്ങളും അത് വെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും വിശ്വസിക്കാൻ തയ്യാറാവുള്ളൂ. ഈ 20-ാം നൂറ്റാണ്ട് എല്ലാ തരത്തിലുള്ള തത്വങ്ങളെയും കൈനീട്ടി സ്വീകരിക്കും. നമുക്ക് ഒരുപാട് തത്വസംഹിതകളുണ്ട്. ഉദാഹരണത്തിന് വൈദ്യുതിയുടെ കാര്യം എടുക്കാം. അപ്പൊ നമുക്കറിയാം ഇലക്ട്രിസിറ്റിയുടെ കാര്യം. അതായത് ഒരാറ്റത്തിൽ നിന്ന് അടുത്ത ആറ്റത്തിലേക്ക് അങ്ങനെയൊക്കെ പോയിട്ടാണ് കറണ്ട് പാസ് ആവണമെന്നൊക്കെ നമുക്ക് ഒരുവിധമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഏവരും സംശയത്തിന്റെ ഒരു പിറുപിറുക്ക് മുഴുവൻ അതിനെ വിശ്വസിക്കുന്നു, വൈദ്യുതി വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പെട്ടെന്നുള്ള അംഗീകാരം? അപ്പം തോമസ് എഡിസൺ ഈ സാധനം കണ്ടുപിടിച്ചപ്പോ ആർക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം പെട്ടെന്ന് എങ്ങനെയാണ് ഇത് വിശ്വസിച്ചത്? ഏവരും സംശയത്തിന്റെ ഒരു പിറുപിറുക്ക് അതിനായി വിശ്വസിക്കും. എന്തുകൊണ്ടാണ് പെട്ടെന്നുള്ള അംഗീകാരം? എന്തുകൊണ്ടെന്നാൽ ഒരു ആരംഭഘട്ടം എന്ന നിലയ്ക്ക് യുക്തിപൂർവമായ ഒരു ധാരണയില്ലാതെ നാം കാണുന്നതിനെയും സ്വയം അനുഭവിച്ചറിയുന്നതിനെ നിയന്ത്രിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെ പറ്റി വിശദീകരിക്കാൻ പ്രയാസമാണ്. പൂർണ്ണമായും കാണാത്തക്ക രീതിയിൽ സാക്ഷ്യപത്രമില്ലാതെ തന്നെ വ്യക്തമായ തെളിവുള്ള ധാരാളം വസ്തുക്കൾ ഇക്കാലത്ത് ഓരോരുത്തരും വിശ്വസിക്കാറുണ്ട്.
ശാസ്ത്രം തന്നെ കാണത്തക്ക രീതിയിലുള്ള തെളിവ് ദുർബലമായ തെളിവാണെന്ന് ബോധ്യപ്പെടുത്തുന്നില്ലേ? മനുഷ്യരാശി ഭൗതിക ലോകത്തെ പഠിക്കുമ്പോൾ പുറമേക്ക് കാണുന്ന പോലെ ഒരു ആന്തരിക യാഥാർത്ഥ്യം എന്ന വസ്തുത നിരന്തരം വെളിപ്പെടുത്തിക്കൊണ്ട് ഒന്നുകൂടി വിശദീകരിക്കാം. നമുക്കറിയാം, ധാരാളം TV ഉണ്ട്, ഫോൺ ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, കാറുണ്ട്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുകയാണ്. എങ്ങനെയാണ്? ഫാക്ട്സ്, പരമാർത്ഥമാണ്. നമ്മളത് കാണുവാണ്, അപ്പൊ അത് ഫീൽ ചെയ്യാണ്. അപ്പൊ സത്യത്തെയും വിദ്യയെയും കുറിച്ച് നമുക്കൊരു ഫീൽ ചെയ്യാണ്. അതിന്റെ റിസൾട്ട് നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പൊ റേഡിയോ ഒക്കെ ഒരു പക്ഷെ നമ്മൾ ഈ ഫോൺ ഒരു 10-15 വർഷം മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോൺ പോലും, ഞാനിപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത് ലോകത്തിന്റെ അപ്പുറത്തൊക്കെ ഇരിക്കുന്ന ആളുകളോട് സംസാരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ തെളിവുകളുടെയും ഫാക്ട്സിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനകത്ത് നമുക്ക് ആദ്യം ഫാക്ട്സ് ഉണ്ട്, അതിന്റെ പരമാർത്ഥം നമുക്ക് മനസ്സിലാവും. പിന്നെ അതിന്റെ റിസൾട്ട്, അതിന്റെ പരിണത ഫലങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നത്. അപ്പൊ ആദ്യം എന്താണ് വേണ്ടത്? ഫാക്ട്സ്. രണ്ടാമത് എന്താണ് വേണ്ടത്? റിസൾട്ട്. അപ്പൊ ആദ്യം പരമാർത്ഥവും പിന്നെ പരിണത ഫലവും ഉണ്ടെങ്കിൽ മാത്രമാണ് യുക്തിഭക്തമായിട്ട് നമുക്കൊരു കാര്യത്തെ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. അതെല്ലാ മനുഷ്യരുടെ കാര്യത്തിൽ ശരിയാണ്. കാരണം എവരിബഡി ബിലീവ്സ് ദം വിത്തൗട്ട് എ മർമർ ഓഫ് ഡൗട്ട്. ഈ ഇലക്ട്രിസിറ്റിയെ മറ്റൊരു സംശയം കൂടാതെ വിശ്വസിച്ചത് പോലെ, നമ്മൾ അക്സെപ്റ്റ് ചെയ്തതുപോലെ അവര് കാണുകയും ഫീൽ അനുഭവിക്കുകയും തൊടുകയും ഡയറക്റ്റ് ആൻഡ് യൂസ് എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുകയും ചെയ്തു. വിത്തൗട്ട് എ റീസണബിൾ അസംപ്ഷൻ ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ നമുക്ക് ഒരു 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 ചിന്താക്കുഴപ്പമില്ല. ഇത് ഉപയോഗിക്കണോ വേണ്ടേ, ഇത് കറക്റ്റ് ആണോ, അങ്ങനത്തെ ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ആത്മീയത കാര്യത്തിൽ വരുമ്പോൾ നമുക്കത് ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ ഈഗോ സെൻട്രിക് ആണ്, അഹംബോധമുണ്ട്, അഹങ്കാരമുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ കൂട്ടിച്ചേർക്കുന്നു. അടുത്ത് വായിക്കാവോ? വീടുകളുടെ മോന്തായത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഉത്കണ്ട് അവിശ്വസനീയമായ വേഗതയിൽ ഒന്നിനോടൊന്ന് ചുറ്റോട് ചുറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളുടെ ഒരു വ്യൂഹമാണ്. ഈ സൂക്ഷ്മാണുക്കൾ ലഘുവായ നിയമങ്ങളാൽ നിയന്ത്രിതമാണ്. ഈ നിയമങ്ങൾ ഭൗതിക ലോകത്തിനാകെ സത്യമായെടുക്കുവാൻ കഴിയുന്നു. അതിനെ സംശയിക്കേണ്ട ഒരു കാര്യം നമുക്കില്ല. എത്ര പരിപൂർണ യുക്തിസഹവുമായ ഒന്നാണെങ്കിൽ പോലും ഭൗതിക ലോകത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിൽ സർവശക്തനും സർവനിയന്ത്രണവുമായ ഒരു സൃഷ്ടാവ് എന്ന ധാരണയെക്കുറിച്ച് പരാമർശിക്കുന്നു. ആ നിമിഷം ഞങ്ങളുടെ മൂർത്തമായ ചിന്ത പുറത്തു വരികയും അങ്ങനെ ഒരു ശക്തിയില്ലെന്ന് കഠിനമായി ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തെപ്പറ്റി വിശദീകരിച്ച് തരത്തക്ക നിലയിൽ ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ പദനിബിഡമായ പുസ്തകങ്ങൾ വായിക്കുകയും ശക്തമായ തർക്കങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങളുടെ വാദഗതികൾ സത്യമായിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ജീവൻ ശൂന്യതയിൽ നിന്നുടലെടുത്തെന്നും ജീവിതം അർത്ഥരഹിതമാണെന്നും അത് എങ്ങോട്ടെന്നില്ലാതെ മുന്നോട്ട് പോകുമെന്നും എന്നുമാണ്. ഓക്കെ. അപ്പം ആദ്യം പറഞ്ഞു, ചില തെളിവുകളില്ലാതെ വരുമ്പോഴും പൂർണ്ണമായും കാണാത്തക്ക രീതിയിലുള്ള സാക്ഷ്യപത്രമില്ലാതെ തന്നെ വ്യക്തമായ തെളിവുള്ള ധാരാളം വസ്തുക്കൾ ഈ കാലത്ത് ഓരോരുത്തരും വിശ്വസിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞു. അടുത്തത് പറയുന്നത് വീടുകളുടെ മോന്തായത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധാരണ സാധാരണ ഒരു ഇരുമ്പ് തണ്ട് അവിശ്വസനീയമായ വേഗതയിൽ ഒന്നിനോടൊന്ന് ചുറ്റോട് ചുറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളുടെ ഒരു വ്യൂഹമാണ്. നമ്മളൊരു ഇരുമ്പ് കമ്പി കാണുമ്പോൾ നമുക്കിത് അറിയത്തില്ല, പക്ഷെ അത് അങ്ങനെയാണത്. ഈ സൂക്ഷ്മാണുക്കൾ ലഘുവായ നിയമങ്ങളാൽ നിയന്ത്രിതമാണ്. ഈ നിയമങ്ങൾ ഭൗതിക ലോകത്തിലാകെ സത്യമായി എടുക്കാൻ കഴിയുന്നു. അതിനെ സംശയിക്കേണ്ട ഒരു കാര്യമില്ല. എത്ര പരിപൂർണവും യുക്തിസഹമാണെന്നാണെങ്കിൽ പോലും ഭൗതിക ലോകത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിൽ സർവശക്തനും സർവ്വനിധിയുമായ ഒരു സൃഷ്ടാവ് എന്ന ധാരണയെക്കുറിച്ച് പരാമർശിക്കുന്നു. ആ നിമിഷം ഞങ്ങളുടെ മൂർത്തമായ ചിന്ത പുറത്തു വരികയും അങ്ങനെ ഒരു ശക്തിയില്ലെന്ന് കഠിനമായി ഞങ്ങളെ സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതായത് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കാണുമ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന എങ്ങനെയാണ്? അങ്ങനെ ഒരു സൃഷ്ടാവില്ല, അങ്ങനെ ഒരു കാര്യം വരാൻ സാധ്യത കുറവാണ് എന്നാണ് നമ്മൾ. ഈ പ്രപഞ്ചത്തെ പറ്റി വിശദീകരിച്ച് തരത്തക്ക രീതിയിലുള്ള ഒരു ദൈവത്തിന്റെ ആവശ്യമില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ പദനിബിഡമായ പുസ്തകങ്ങൾ വായിക്കുകയും ശക്തമായ തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ദൈവമില്ലെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹയർ പവറിന്റെ ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയണം. ഇവിടെയൊക്കെ വെച്ചിട്ട് നമുക്ക് തോന്നും ഇതെന്നാ നമ്മളെ ഒരു മതത്തിന്റെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണോ എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യരുടെ ചിന്താഗതികൾ ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം.
ഇവിടെ ഈ ബുക്ക് അതിന്റെ അവസാന പേജുകളിൽ എത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതെന്താണ് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ പറയുന്നതെന്ന്. ഈ അതായത് ചില ആളുകള് അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള പലരും ഈ ഭൗതിക ലോകത്തിന്റെ ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോഴും ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ദൈവമില്ലെന്നുള്ള ചിന്ത നമുക്ക് പുറത്തുനിന്ന് ശക്തമായിട്ട് പുറത്തേക്ക് വരും. ഈ പ്രപഞ്ചത്തെ പറ്റി വിശദീകരിച്ച് തരത്തക്ക രീതിയിലുള്ള ഒരു ദൈവത്തിന്റെ ആവശ്യമില്ല ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ പദനിബിഡമായ പുസ്തകങ്ങൾ വായിക്കുകയും ശക്തമായ തർക്കത്തിൽ ഞങ്ങളുടെ വാദങ്ങൾ സത്യമായിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം ജീവൻ ശൂന്യതയിൽ നിന്നുള്ളിടത്തു എന്നും ജീവിതം അർത്ഥരഹിതമാണെന്നും ഇത് എങ്ങോട്ടൊന്നില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നുമാണ്. ജീവൻ ശൂന്യതയിൽ നിന്നെടുത്തതാണ്, ജീവിതം അർത്ഥരഹിതമാണെന്നിടത്തിൽ മുന്നോട്ട് പോകുന്നതെന്നാണ്. അപ്പോൾ അത് ഇംഗ്ലീഷ് ബുക്കില് പറയുന്നത് the Proesic steel grader is a mass of electrons whirling around each other incredible speed. അപ്പൊ അതിന്റെ ഉള്ളിൽ അവർ ഇരുമ്പ് കമ്പിയുടെ ഉള്ളിൽ ഇൻക്രെഡിബിൾ സ്പീഡായിട്ട് അവർ പോകുന്നുണ്ട്. ദിസ് ടൈനി ബോഡീസ് ഗവേൺഡ് ബൈ പ്രൈസസ് ലോസ്. അപ്പൊ അതൊരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഹോൾഡ് ട്രൂ ത്രൂ ഔട്ട് ദ മെറ്റീരിയൽ വേൾഡ്. അപ്പൊ ഭൗതിക ലോകത്ത് അത് ഉണ്ട്. സയൻസ് ടെൽ us ടു. അങ്ങനെയാണ് നമ്മളോട് സയൻസ് പറയുന്നത്. വി ഹാവ് നോ റീസൺ ടു ഡൗട്ട് ഇറ്റ്. നമുക്ക് ഇതിന് സംശയിക്കേണ്ട ആവശ്യമില്ല. When however the perfectly logical assumption is suggested that under the material world and life we see there is an all-powerful guiding creative intelligence. Creative intelligence, right? There is all-powerful guiding creative intelligence. Right there, our preservative comes to the surface and obviously set out to convince ourselves isn't so. We read worldly books and indulge in windy arguments. അപ്പോൾ ദൈവമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കുറെ ആർഗ്യുമെന്റ്സ് നമ്മൾ ചെയ്യുമെന്നുള്ളതാണ് അതിനകത്തും അത് തന്നെയാണ് പറയുന്നത്. അടുത്ത വായിക്കാവോ? സ്വയം ദൈവിക ചൈതന്യത്തിന്റെ പ്രതിനിധികളെന്നോ ദൈവത്തിന്റെ നിത്യപുരോഗതിയുടെ സൃഷ്ടിയായ മുന്നണി പോരാളികളെന്നോ കരുതുന്നതിന് പകരം ദൈവനിഷേധികളും നാസ്തികരുമായ ഞങ്ങൾ ചെയ്തത് മാനുഷികമായ ഞങ്ങളുടെ ബുദ്ധിയാണ് അവസാന വാക്ക്, ആദിയും അന്തവും തുടക്കവും ഒടുക്കവും അതാണ് എന്ന ചിന്തയെ സ്വീകരിക്കുകയാണ്. അത് ഒരു പാഴ്വേലയല്ലാതെ മറ്റൊന്നാകുമോ? ഓക്കെ. അപ്പൊ സ്വയം ദൈവിക ചൈതന്യത്തിന്റെ പ്രതിനിധികളെന്നോ ദൈവത്തിന്റെ നിത്യപുരോഗതി സൃഷ്ടിയായ മുന്നണി പോരാളികളെന്നോ കരുതുന്നതിന് പകരം അതായത് സ്വയം നമ്മള് ദൈവത്തിൽ നിന്ന് പ്രത്യേക അനുഗ്രഹം കിട്ടിയ ആളുകളാണ്, അവരുടെ റെപ്രസെന്റേറ്റീവ് ആണ്, ദൈവത്തിന്റെ നിത്യപുരോഗതിയെ സൃഷ്ടിയായ മുന്നണി പോരാളികളെന്ന് കരുതുന്നതിന് പകരം ദൈവനിഷേധികളും നാസ്തികമായ ഞങ്ങൾ ചെയ്തത് മാനുഷികമായ ഞങ്ങളുടെ ബുദ്ധിയാണ് അവസാന വാക്ക്, ആദ്യവും അന്തവും തുടക്കവും ഒടുക്കവും അതാണ് എന്ന ചിന്തയെ സ്വീകരിക്കണം. അത് ഒരു പാഴ്വേലയല്ലാതെ മറ്റൊന്നാകുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മുടെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഏജൻസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ തന്നേക്കാൾ വലിയ അപ്പൊ ദൈവനിഷേധങ്ങൾ ആശ്രയമായി ഞങ്ങൾ ചെയ്തത് മാനുഷികമായ ഞങ്ങളുടെ ബുദ്ധിയാണ്, അതായത് നമ്മുടെ ഹ്യൂമൻ ഇന്റലിജന്റ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആദ്യ അന്തവും തുടക്കവും ഒടുക്കവും അതാണ് എന്ന ചിന്തയെ സ്വീകരിക്കുകയാണ്. അതായത് വി അഗ്നോസ്റ്റിക് ആൻഡ് അത്തിയസ്റ്റ് ചൂസ് ടു ബിലീവ് ദാറ്റ് അവർ ഹ്യൂമൻ ഇന്റലിജൻസ് വാസ് ദ ലാസ്റ്റ് വേർഡ്, ദ ആൽഫ ആൻഡ് ദ ഒമേഗ. ഇംഗ്ലീഷ് ബുക്കിൽ ആൽഫ ആൻഡ് ഒമേഗ എന്നാണ് ഇരിക്കുന്നത്. ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ഓൾ റാദർ വെയിൻ വാസന്റ് ഇറ്റ്. അതൊരു പാഴ്വേലയല്ലാതെ മറ്റൊന്നാകുമോ എന്നാണ് അവർ ചോദിച്ചത്. അടുത്ത് വായിക്കാവോ? അനിശ്ചിതമായ ഈ പാതയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഞങ്ങൾ നിങ്ങളോട് എല്ലാ മുൻവിധികളും സംഘടിത മതത്തിനെതിരെയുള്ള മുൻവിധികൾ പോലും മാറ്റിവെക്കുവാൻ കേണപേക്ഷിക്കുന്നു. വിവിധ മതവിശ്വാസങ്ങളിലുള്ള മാനുഷിക ദുർബലതകളും ചാബല്യങ്ങളും എന്തൊക്കെയാണെങ്കിലും ആ വിശ്വാസങ്ങൾ ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ലക്ഷ്യബോധവും ജീവിതത്തിന് ഉദ്ദേശവും അർത്ഥവും നൽകിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ജീവിതം എന്തിനെന്നതിനെ കുറിച്ച് യുക്തിഭദ്രമായ ആശയഗതിയുണ്ട്. സത്യം പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഉചിതമായൊരു ധാരണ ഞങ്ങൾക്കില്ലായിരുന്നു. ആത്മീയ വിശ്വാസങ്ങളുടെയും പ്രയോഗങ്ങളെയും വേർതിരിച്ചെടുത്ത് ദോഷൈക ദൃക്കുകളായ ഞങ്ങൾ അപഗ്രഥിക്കുമായിരുന്നു. പക്ഷേ എത്രയോ മുമ്പ് ഒരു കാര്യം ഞങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. എല്ലാ വംശങ്ങളിലും നിറങ്ങളിലും വർഗങ്ങളിലും പെട്ട ആത്മീയോന്മുഖമായ വ്യക്തികൾ
ഞങ്ങൾ സ്വയം തേടി നടക്കേണ്ടതായിരിക്കുന്ന സ്ഥിരതയും സന്തുഷ്ടിയും ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം. ഓക്കെ. അപ്പൊ അനിശ്ചിതമായ ഈ പാതയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഞങ്ങൾ നിങ്ങളോട് എല്ലാ മുൻവിധികളും സംഘടിത മതത്തിനെതിരായുള്ള മുൻവിധികൾ പോലും മാറ്റിവെക്കാനായിട്ടൊക്കെയാണ് അപേക്ഷിക്കുന്നു. ഈ ഡൂബിയസ് പാത്ത് എന്നാണ് പറയുന്നത്. അതായത് അനിശ്ചിതമായ പാതയിലൂടെ. ബട്ട് നമ്മളോട് കരുണാപൂർവം പറയാണ്, നിങ്ങൾക്ക് ലേ അസൈഡ് പ്രിജുഡീസ്, മുൻവിധികൾ, മുൻധാരണകൾ മാറ്റിവെച്ചുകൊണ്ട് ഒരു ക്ലോസ് മൈൻഡഡ് അല്ലാതെ ഒരു ഓപ്പൺ, നമ്മൾ പറയുന്നുണ്ട് വില്ലിങ്നെസ്, ഓപ്പൺ മൈൻഡ്. ഇത് വരണമെങ്കിൽ എന്താണ് വേണ്ടത്? വില്ലിങ്നെസ് വേണം. അതായത് ലേ സൈഡ് പ്രിജുഡീസ് എന്ന് വെച്ചാൽ മുൻധാരണകളെ മാറ്റിവെക്കണം, വില്ലിങ്നെസ് വേണം, നിങ്ങളൊരു ഓപ്പൺ മൈൻഡ് വേണം, പിന്നെ സീക്ക് ചെയ്യണം. സീക്ക് ചെയ്യുന്ന വെച്ചാൽ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾ തുടങ്ങണം. അപ്പോൾ സീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 4-ാം പടി മുതൽ നമ്മൾ ബാക്കിയുള്ള പടികളെല്ലാം ചെയ്തു വരുമ്പോൾ നമുക്കിത് കിട്ടുന്നതാണ്. അപ്പോൾ ഈവൻ അഗെയിൻസ്റ്റ് ഓർഗനൈസ്ഡ് റിലീജിയൻ. എന്താണ് ഓർഗനൈസ്ഡ് റിലീജിയൻ? നമുക്കറിയാം, ഓർഗനൈസ്ഡ് റിലീജിയൻ അവർക്ക് സെറ്റ് ഓഫ് ലോസ് ഉണ്ട്, റൂൾസ് ഉണ്ട്, സെറ്റ് ഓഫ് ഡ്രസ് കോഡ് ഉണ്ട്, സെറ്റ് ഓഫ് ഫുഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതിനോടുള്ള ധാരണ പോലും നമ്മൾ മാറ്റിവെക്കണം. ഇവിടെ നമ്മൾ വി ഹാവ് ലേൺഡ് ദാറ്റ് വാട്ട് എവർ ദ ഹ്യൂമൻ ഫ്രൈലിറ്റീസ് ഓഫ് വേരിയസ് ഫെയ്ത്ത് മേ ബി ദോസ് ഫെയ്ത്ത് ഹാവ് ഗിവൺ പർപ്പസ് ആൻഡ് ഡയറക്ഷൻ ടു മില്യൺസ്. അതായത് ഞാൻ വിശ്വസിക്കുന്നില്ലായിരിക്കും, പക്ഷെ ആയിരക്കണക്കിന് ആളുകൾ അതിനകത്ത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനിപ്പോ ആലോചിക്കാറുണ്ട്, എന്റെ ചെറുപ്പത്തിലേക്ക് ഈ ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ ഈ പറയുന്ന റിലീജിയസ് ആയിട്ടുള്ള പല വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് എന്നെ ഒരു പക്ഷെ ചെറുപ്പത്തിലുള്ള പല മാരകമായിട്ടുള്ള പല കേസുകളിൽ നിന്നും എന്നെ രക്ഷിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കില്ല, മുകളിൽ നിന്ന് ആരോ കാണുന്നു, അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ധാരണ. ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരാൾ മുകളിലുണ്ട്, അതെല്ലാം ഇരുന്ന് കാണുന്നു, ഇതെല്ലാം കറക്കണ പുള്ളിയാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ AI വന്നതിന് ശേഷം കൂടുതൽ മറ്റ് പല കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എനിക്ക് പല എന്റെ ധാരണകളൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ പറയുകയാണ്, സി there is lot of people believe in God or believe in religious, they save their life. അവരുടെ ജീവിതം അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല. പീപ്പിൾ ഓഫ് ഫെയ്ത്ത് ഹാവ് എ ലോജിക്കൽ ഐഡിയ ഓഫ് വാട്ട് ലൈഫ് ഇസ് ഓൾ അബൌട്ട്. ആക്ച്വലി വി യൂസ് ടു ഹാവ് നോ റീസണബിൾ കൺസെപ്ഷൻ വാട്ട് എവർ. അപ്പം വിശ്വാസങ്ങൾ, അതായത് വിവിധ മതവിശ്വാസങ്ങളിലുള്ള മാനുഷിക ദുർബലതകളും ചാപലുകളും എന്തൊക്കെയാണെങ്കിലും ആ വിശ്വാസങ്ങൾ ദശകണക്കിന് ഞങ്ങൾക്ക് ലക്ഷ്യബോധവും ജീവിതത്തിൽ ഉദ്ദേശവും അർത്ഥവും നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് പല റിലീജിയസിലായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ വാർ ഉണ്ടായിട്ടുണ്ട്, ചിലപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള പല ദുർബലതകളൊക്കെ അതിനകത്തുണ്ട്, ചാബല്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ അവരോട് ഒരു മൃദു സമീപനം കാണിക്കണം. നമ്മൾ അടച്ച് മൈൻഡോടുകൂടി അവരെ കണ്ട ഏതെങ്കിലും വിഷയത്തിൽ ഒളിച്ചു നിൽക്കുന്നവർക്ക് ജീവിതം എന്താണെന്നതിനെ കുറിച്ച് വ്യക്തിപരമായ ആശയഗതിയുണ്ട്. സത്യം പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഉചിതമായൊരു ധാരണ ഞങ്ങൾക്കില്ലായിരുന്നു. ആത്മീയ വിശ്വാസങ്ങളുടെയും പ്രയോഗങ്ങളുടെയും വേർതിരിച്ചെടുത്ത് ദോഷേക ദൃക്കുകളായി ഞങ്ങൾ അപഗ്രഥിക്കുമായിരുന്നു. പക്ഷെ എത്രയോ മുമ്പ് ഒരു കാര്യം ഞങ്ങൾ നിരീക്ഷിക്കേണ്ടതായിരുന്നു. എല്ലാ വംശങ്ങളിലും നിറങ്ങളിലും വർഗങ്ങളിലും പെട്ട ആത്മീയോന്മുഖമായ വ്യക്തികൾ ഞങ്ങൾ സ്വയം നേടേണ്ടതായിരിക്കുമെന്ന സ്ഥിരതയും സന്തുഷ്ടിയും ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന കാര്യം. അപ്പൊ മൾട്ടി ഫേസ്ഡ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള സ്പിരിച്വാലിറ്റിയാണ്. ചിലപ്പോൾ നമ്മുടെ മതപരമായിരിക്കാം, ചിലപ്പോൾ അവരവരുടെ, നമ്മളിപ്പോ 100 പേര് ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ 100 സ്പിരിച്വാലിറ്റിയാണ് അവിടെ ഇരിക്കുന്നത്. അവർക്ക് പലർക്കും പല കൺസെപ്ഷനാണ്. അതിനോടൊന്നും നമ്മൾ ഒരു അടഞ്ഞ മനോഭാവം കാണിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ക്ലോസ് മൈൻഡായിട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഭാഗമായിട്ട് പറയുന്നത്. അപ്പൊ ചില അതിനു മുമ്പ് ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇരുമ്പ് ദണ്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമുക്കും ചിന്തിക്കാം, പല കണ്ടുപിടുത്തങ്ങളൊക്കെ അറിയില്ലെങ്കിൽ പോലും, അതിന്റെ ഉള്ളിലുള്ള സയൻസ് അറിയുന്നില്ലെങ്കിൽ പോലും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സ്പിരിച്വാലിറ്റിയും കാണേണ്ടതാണെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത് വായിക്കാവോ? പകരം ഞങ്ങൾ നോക്കിയത് ഇയാളുടെ മാനസികമായ കുറവുകളിലേക്കാണ്. ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ മൊത്തത്തിലുള്ള ആക്ഷേപത്തിന് അടിസ്ഥാനമായി ഉപയോഗിച്ചത് ഇവരുടെ കുറവുകളെയാണ്. ഞങ്ങൾ സ്വയം അസഹിഷ്ണുതയുള്ളവരായിരിക്കെ തന്നെ ഞങ്ങൾ അസഹിഷ്ണുതയെക്കുറിച്ച് സംസാരിച്ചു. വനത്തിന്റെ സൗന്ദര്യവും അതിന്റെ യാഥാർത്ഥ്യവും ഞങ്ങൾക്ക് നഷ്ടമായി. എന്തുകൊണ്ടെന്നാൽ അതിലെ ചില വൃക്ഷങ്ങളുടെ വൈരൂപ്യങ്ങളിലാണ് ഞങ്ങൾ ആകൃഷ്ടരായത്. ജീവിതത്തിന്റെ ആത്മീയ വശത്തേക്ക് ഞങ്ങൾ ചെവി കൊടുത്തതേയില്ല. അതെ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അതായത്
വി ലുക്ക്ഡ് അറ്റ് ദ ഹ്യൂമൻ ഡിഫക്ട്സ് ഓഫ് ദിസ് പീപ്പിൾ. അതായത് നമ്മൾ ഈ മതത്തിൽപ്പെട്ട ആളുകളുടെ അവരുടെ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. ആൻഡ് സംടൈംസ് യൂസ് ദെയർ ഷോർട്ട് കമ്മിങ്സ് ആസ് എ ബേസിസ് ഓഫ് ഹോൾസെയിൽ കണ്ടാമിനേഷൻ. അതായത് അവരുടെ പല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പല പെട്ടെന്നുള്ള ദേഷ്യം വരല്, പെട്ടെന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ എങ്ങനെയുണ്ടോ അതൊരു ഹോൾസെയിൽ ബേസിസ് ആയിട്ട് എടുത്തു. എല്ലാ മതവിശ്വാസികളും ഇങ്ങനെയാണ്, എല്ലാവരും എങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ പറയാണ് വി ടോക്ക്ഡ് ഓഫ് ഇൻടോളറൻസ് വൈൽ വി ആർ ഇൻടോളറന്റ് അവർ സെൽവ്സ്. നമ്മൾ തന്നെ ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ മൊത്തത്തിലുള്ള ആക്ഷേപത്തിന് അടിസ്ഥാനമാക്കി ഉപയോഗിച്ചത് ഇവരുടെ കുറവുകളാണ്. ചില മതത്തിലുള്ള ചില ആളുകളുടെ കുറവുകൾ മൊത്തത്തിൽ ഹോൾസെയിൽ കച്ചവടമായിട്ട് നമ്മൾ ഉപയോഗിച്ചു. ഞങ്ങൾ സ്വയം അസഹിഷ്ണുതയുള്ളവരായിരിക്കെ തന്നെ ഞങ്ങൾ അസഹിഷ്ണുതയെ കുറിച്ച് സംസാരിച്ചു. അതായത് മതത്തിലെ ആളുകളുടെ കുറവുകളെ, കുറ്റങ്ങളെ, അവർ കാണിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഇൻടോളറന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ടോളറൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇൻടോളറന്റ് ആണ്. വി ടോക്ക്ഡ് ഓഫ് ഇൻടോളറൻസ് വൈൽ വി ആർ ഇൻടോളറന്റ് അവർ സെൽവ്സ്. നമ്മൾ അസഹിഷ്ണുതയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ അസഹിഷ്ണുതയായിരിക്കെ തന്നെയാണ് അത് സംസാരിക്കുന്നത്. മതത്തിന്റെ അസഹിഷ്ണുതകൾ, മതത്തിന്റെ അച്ഛൻ ചെയ്തത്, പള്ളിയിൽ ചെയ്തത്, ഇതൊക്കെ സംസാരിക്കുന്നത് എന്താണ്? ഹോൾസെയിൽ ആയിട്ടാണ് എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത്. വനത്തിന്റെ സൗന്ദര്യവും അതിന്റെ യാഥാർത്ഥ്യവും ഞങ്ങൾക്ക് നഷ്ടമായി. എന്തുകൊണ്ട്? അതിലെ ചില വൃക്ഷങ്ങളുടെ വൈരൂപ്യങ്ങളാണ് ഞങ്ങളെ ആകർഷിതായത്. എന്താണ് അവിടെ പറയാം? ഒരു വനം, അതിമനോഹരമായ ഒരുപാട് വൃക്ഷങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷെ ചില വൃക്ഷങ്ങൾ ഉണങ്ങി നിൽക്കുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് ആകർഷകരായത്? ആ ഉണങ്ങിയ മരത്തിനോടാണ്. അതിന്റെ അപ്പുറം നിൽക്കുന്ന പച്ചപ്പ് പതിച്ച പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്ന മരങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചതില്ല. ഇത് തന്നെയാണ് പറയുന്നത്. ജീവിതത്തിന്റെ ആത്മീയ വശത്തേക്ക് ഞങ്ങൾ ചെവി കൊടുത്തതേ ഇല്ല. വി നെവർ ഗേവ് ദ സ്പിരിച്വൽ സൈഡ് ഓഫ് ലൈഫ് എ ഫെയർ ഹിയറിംഗ് എന്നാണ്. ചെവി കൊടുത്ത ഒരു നന്ന് കേൾവി കൊടുത്തില്ല. അപ്പൊ നമ്മള് ഇവിടെ പറയുന്നത് എന്ന് വെച്ചാല് ഇത്തരം മതപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഹോൾസെയിൽ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ചില ആളുകൾ അങ്ങനെ ഉണ്ടാവാം, ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകാം. അതിനെ നമ്മൾ ഹോൾസെയിൽ കച്ചവടമായിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ അസഹിഷ്ണുതരായിരിക്കവേ തന്നെ അസഹിഷ്ണുതയെ കുറിച്ചാണ് പറയുന്നതാണ്. അടുത്ത് വായിക്കാവോ? ഈ കൃതിയുടെ ഇംഗ്ലീഷിലുള്ള മൂലഗ്രന്ഥത്തിൽ വിവരിക്കുന്ന വ്യക്തിപരമായ കഥകളിൽ തന്നെക്കാൾ വലിയൊരു ശക്തിയെക്കുറിച്ചുള്ള ഗ്രാഹ്യതയിലും ആ ശക്തിയോടുള്ള സമീപനത്തിലും തൻ്റെ കഥ വിവരിക്കുന്ന ഓരോ വ്യക്തിയും എത്ര വലിയ വ്യത്യാസം പുലർത്തുന്നുവെന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരു പ്രത്യേക സമീപനമോ ആശയമോ ആയി ഞങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് വലിയ കാര്യമല്ല. ഞങ്ങളുടെ കാര്യത്തിന് ഇവയൊക്കെ ഒട്ടും അകലപ്പെടേണ്ടതില്ലാത്ത കാര്യങ്ങളാണ് എന്ന അനുഭവം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവയൊക്കെ ഓരോ വ്യക്തിയും തൻ്റെ സ്വന്തം നിലയിൽ പരിഹാരം കാണേണ്ടവയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇതിനകത്ത് പറഞ്ഞ വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷിലുള്ള ഇതിനകത്ത് നമുക്ക് 42ഓളം പേഴ്സണൽ സ്റ്റോറീസ് കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ അവരെങ്ങനെയാണ് ഈ വലിയ ശക്തിയെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഞാനത് കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് മിക്കതും തന്നെ എത്തിയസ്റ്റുകളായിട്ടുള്ളവരായിരുന്നു, അഗ്നോസ്റ്റിസ്റ്റുകളായിട്ടുള്ള ആളുകളായിരുന്നു. അവരെങ്ങനെയാണ് ഈ ഹയർ പവറിനെ കണ്ടതെന്നുള്ളത് ആ കഥയിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അപ്പൊ ആദ്യകാലത്ത് 3-4 കഥകൾ പിന്നീട് കുടിച്ചു പോയതുകൊണ്ട് എഴുതിയിട്ടില്ലെങ്കിലും അത് എക്സ്പീരിയൻസ് ഹോപ്പ് സ്ട്രെങ്ത് ആൻഡ് ഹോപ്പ് എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ അവർ വീണ്ടും അച്ചടിച്ചിട്ടുണ്ട്. അത് അവൈലബിൾ ആണ്. അപ്പോൾ വലിയ ശക്തിയെക്കുറിച്ചൊരു ഗ്രാഹ്യത്തിനും സമീപനത്തിനും അത്തരം മെമ്പേഴ്സ് തന്നെ എഴുതിയിട്ടുള്ള കഥകൾ നമ്മൾ സഹായിക്കും. ഒരു പ്രത്യേക സമീപനമോ ആശയമോ ആയി ഞങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് വലിയ കാര്യമല്ല. അതായത് ചില ക്രിസ്ത്യാനിറ്റിയോട് ഞാൻ യോജിക്കുന്നില്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മറ്റേ ഹിന്ദുസത്തിനോട് യോജിക്കുന്നില്ല, ബുദ്ധമതത്തോട് എനിക്ക് ഇഷ്ടമല്ല. അതൊന്നും ഇവിടെ വലിയ പ്രശ്നമല്ല. ഞങ്ങളുടെ കാര്യത്തിന് ഇവയൊക്കെ ഒട്ടും ആകുലപ്പെടേണ്ടതില്ലാത്ത കാര്യങ്ങളാണെന്ന് അനുഭവം ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അവയൊക്കെ ഓരോ വ്യക്തിയും തന്റെ സ്വന്തം നിലയിൽ പരിഹാരം കാണേണ്ടവയാണ്. അതായത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരവർ തന്നെ പരിഹാരം കണ്ടെത്തിക്കോളും. നമ്മൾ അത് വല്ല experience has taught us that these are matters about which for our purpose we not to be worried. They are questions for each individual settle for himself. അപ്പം ഇത്തരം ആശയങ്ങളോട് നമ്മൾ വേവലാതിപ്പെടേണ്ട എന്നുള്ളതാണ്. അടുത്തും കൂടി വായിക്കാവോ? ഈ അനുഭവ കഥകൾ വിവരിച്ച സ്ത്രീ പുരുഷന്മാർ ഒരു നിർദ്ദേശത്തോടെ അത്ഭുതകരമായ തോതിൽ അഭിപ്രായ ഐക്യമുള്ളവരാണ്. അവരിൽ ഓരോരുത്തരും തങ്ങളെക്കാൾ വലിയൊരു ശക്തിയോട് അടുപ്പമുള്ളവരോ അതിൽ വിശ്വസിക്കുന്നവരോ ആണ്. അത്ഭുതകരവും സാധ്യമല്ലാത്തതുമായ കാര്യങ്ങൾ
ഇവരിൽ ഓരോരുത്തരുടെ കാര്യത്തിലും സാധ്യമാക്കാൻ ഈ ശക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രശസ്തനായ അമേരിക്കൻ രാഷ്ട്രതന്ത്രജ്ഞൻ പറയുന്നത് പോലെ നമുക്ക് പൂർവ്വചരിത്രങ്ങളിലേക്ക് നോക്കാം. അപ്പൊ നമ്മളോട് പറയാണ്, അതായത് ഈ പറയുന്ന വ്യക്തികഥകൾ വിവരിച്ച സ്ത്രീ പുരുഷന്മാര് ഒന്നില്ലെങ്കിൽ മറ്റൊരു തരത്തില് അവരൊരു വലിയ ശക്തിയോട് ഒരു ഹയർ പവറിനോട്, പവർ ഗ്രേറ്റർ അവർ സെൽസിനോട് വിശ്വസിക്കാൻ തയ്യാറാണ്. അവരുടെ അത്ഭുതകരവും മനുഷ്യ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ഇവരിൽ ഓരോരുത്തരുടെ കാര്യത്തിലും സാധ്യമാക്കാൻ ഈ ശക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രശസ്തനായ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പറയുന്ന പോലെ നമുക്ക് പൂർവ്വ ചരിത്രങ്ങളിലേക്ക് നോക്കാം. പൂർവ്വ ചരിത്രം എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ കാലങ്ങളിലേക്ക്, ആ റെക്കോർഡുകളിലേക്ക് നോക്കാം. എന്ന് വെച്ചാല് ഈ പറയുന്ന പവർ ഗ്രേറ്റർ ദാൻ ഹിംസെൽഫ് എന്ന് പറയുന്ന ഒരു ആശയത്തോട് നമ്മുടെ ആൽക്കോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ, പൂർവികരായിട്ടുള്ള അംഗങ്ങൾ പറഞ്ഞിട്ട് വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ആൽക്കോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ടു ലേൺ, അതായത് പോകെ പോകെ നമുക്ക് പല കാര്യങ്ങളും ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഫോണ് കണ്ടുപിടിച്ചിട്ട് ഒത്തിരി കാലമായെങ്കിലും വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 10-15 വർഷമായുള്ളൂ. ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ ഓൺ ദ വേയില്, അല്ലെങ്കിൽ ആൽക്കോളിക്സ് അനോണിമസിന്റെ ഉള്ളില് ഓൺ ദ വേയില് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ആദ്യം പറഞ്ഞ പോലെ ഒരു വില്ലിങ്നെസ് ആണ്, ഒരു ബിലീഫാണ്, പിന്നെ ഒരു ആക്ഷനാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഇത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തീർച്ചയായും ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഹയർ പവറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് നിർത്താം. ബാക്കി ഭാഗത്തിന് അടുത്ത ആഴ്ച നമുക്ക് പേജ് 50 അടുത്ത പാരഗ്രാഫ് മുതൽ അടുത്ത ആഴ്ച സംസാരിക്കാം. താങ്ക് യു ശിവചേട്ടാ, താങ്ക് യു വെരി മച്ച്. ശിവചേട്ടൻ സംസാരിച്ച കാര്യത്തെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും